ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് ഒളിമ്പ്യാഡ് ക്ലാസ്സസ്. അപ്പോൾ ഓൾറെഡി സീക്വൻസ് ആൻഡ് സീരീസിന്റെ ഒരു ലെക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ രണ്ടാമത്തെ സെഷൻ ആയിട്ടാണ് ഇന്ന് വരുന്നത്. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ജോമെട്രിക് സീക്വൻസ്, അതുപോലെ തന്നെ ഹാർമോണിക് പ്രോഗ്രഷൻസ്, അതുപോലെ തന്നെ AGP, അതായത് അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷൻസ്, ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷൻസ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ? A GP is a sequence of non-zero numbers. Each of the succeeding term is equal to the preceding term multiplied by a constant. ഇപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പഠിച്ച സമയത്ത് ഒരു ഫസ്റ്റ് ടേം വന്നു, എ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടേം വന്നു. അതിലേക്ക് ഡി എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ രണ്ടാമത്തെ ടേം എന്തായിരിക്കും? എ പ്ലസ് ഡി ആയിരിക്കും. മൂന്നാമത്തെ ടേം എ പ്ലസ് വീണ്ടും ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാണ്. ദാറ്റ് മീൻസ് എ പ്ലസ് 2d ആയിരിക്കും. നെക്സ്റ്റ് ടേം എ പ്ലസ് 3d ആയിരിക്കും എന്നുള്ള രൂപത്തിൽ അങ്ങനെ പോവാണ്. ഇവിടെ ജോമെട്രിക് പ്രോഗ്രഷൻസിലോട്ട് വരുന്ന സമയത്ത് കാര്യങ്ങൾ സെയിം ആണ്, പക്ഷേ അഡീഷന് പകരം ഇവിടെ ചെയ്യുന്നത് എന്താ? ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടേം എ ആണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? എ ഇൻറ്റു ആർ ആയിരിക്കും. ഓക്കെ, ആർ എന്ന് പറയുന്നത് ഇവിടെ കോമൺ റേഷ്യോ ആണ്. നേരത്തെ നമ്മൾ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ് ഒരു GPന്റെ കേസിൽ. സോ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? എ ആർ സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് എ ആർ ക്യൂബ് ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ആ ഒരു GP മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ എന്താണ്? ഓരോ ടേമിനെയും എന്ത് ചെയ്യുക? ഒരു കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? അതിന്റെ സക്സീഡിങ് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ടേം വരുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ എന്താണ്? നോൺ സീറോ നമ്പേഴ്സ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. നോൺ സീറോ നമ്പേഴ്സ് ആണെന്ന് കൃത്യമായി പറയാൻ കാരണം, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു GPയുടെ ഫസ്റ്റ് ടേം 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കോമൺ റേഷ്യോ കാണുന്ന സമയത്ത് എന്താവും? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് ടേം 0 ആണെങ്കിൽ നമ്മൾ കോമൺ റേഷ്യോ എങ്ങനെ കാണാം? രണ്ടാമത്തെ ടേമിനോട് ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പൊ ഈ ഒരു കേസ് നോക്കുക, കോമൺ റേഷ്യോ എങ്ങനെ കാണാം? എ ആർ ഡിവൈഡഡ് ബൈ എയും എയും കട്ടായി കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 6 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിന്റെ തൊട്ട് മുമ്പുള്ള ടേം എ ആർ. സോ എയും എയും കട്ടായി ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 ആണ്. അതിലെ ഒരാറും താഴെയുള്ള ആറും കട്ടാവും. ദാറ്റ് മീൻസ് അൾട്ടിമേറ്റ്ലി നമുക്ക് 6 കിട്ടും. സോ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള രണ്ടാമത്തെ ടേമിനോട് നമ്മൾ 0നെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 0 നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആണ് കിട്ടുക. സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് GPയിലെ ഓരോ ടേം എന്തായിരിക്കണം? നോൺ സീറോ നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി nth ടേം എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഒരു GPയുടെ nth ടേം. ഇപ്പോൾ APയുടെ കേസിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് AN is equal to A plus n-1 into D എന്നുള്ളൊരു ഫോമിലാണ് APയുടെ കേസ്. ഇവിടെ GPയുടെ കേസിലാണെങ്കിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. എന്താണ്? TN അല്ലെങ്കിൽ nth ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത് is equal to A into R raised to n-1 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിനോട് കൂടെ കോമൺ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യാണ്? n-1 ടൈംസ് എന്ത് ചെയ്യാണ്? അതിന്റെ പവർ ആയിട്ട് വരികയാണ് അല്ലെ? R എന്നുള്ള രൂപത്തിൽ എങ്ങനെ എന്ത് ചെയ്യാണ്? n- ടൈംസ് വരെ അത് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോർത്ത് ടേം കാണാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? T4 is equal to A into R raised to n-1. That means 4 minus 1 R cube ആയിരിക്കും. ഓക്കെ, ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? nth ടേം വരുന്നത്. ഇനി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ GP, ഒരു GPയുടെ ഫസ്റ്റ് n ടേംസിന്റെ സമ്മിന്റെ ഇക്വേഷൻ വരുന്നത് SN is equal to A into R raised to n-1 divided by R-1 ആണ്. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചും പറയാറുണ്ട്. അതായത് A into 1 minus R raised to n divided by 1 minus R. അങ്ങനെ പറഞ്ഞാലും എന്ത് ചെയ്യുന്നില്ല? അവിടെ ആൻസറിൽ യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് മുകളിലും താഴെയും അതിന്റെ ഓർഡർ മാറ്റിയെന്ന് വിചാരിച്ച് മുകളിലും താഴെ ഒരേപോലെ മാറ്റണം. അതായത് മുകളിൽ മാത്രം മാറ്റി താഴെ മാറ്റില്ല, അങ്ങനെ പറ്റില്ല. മുകളിലും താഴെയും ആ ഒരു ഓർഡർ മാറ്റിയെന്ന് വിചാരിച്ച് ആ ഒരു ആൻസറിൽ എന്ത് സംഭവിക്കില്ല? ഒരു ചേഞ്ചും സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക, SN is equal to A into R raised to n-1 divided by R-1. അപ്പോൾ ഓൾറെഡി A എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഫസ്റ്റ് ടേം ആണ്. R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. N എന്ന് പറയുന്നത് nth ടേം എത്രയാണോ, നമുക്ക് എത്ര വരെയുള്ള സം ആണോ കാണേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ R-1 അല്ലെ? R ഓൾറെഡി പറഞ്ഞു കോമൺ റേഷ്യോ ആണ് നമുക്ക് വരുന്നത്. ഇനി സം ഓഫ് ഇൻഫിനൈറ്റ് GP ആണ് അവിടെ നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, അതിന് മുമ്പായിട്ട് ഫസ്റ്റത്തെ ആ ഒരു ഇക്വേഷനിൽ R is not equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ R 1 ആവുന്ന ഒരു കേസിൽ എങ്ങനെയായിരിക്കും സബ് കാണുന്നുണ്ടാവുക? അപ്പോൾ അവിടെ കൃത്യമായിട്ട് R not equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ R 1 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് ടേം A ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേം എന്തെന്നെ ആയിരിക്കും? n ആയിരിക്കും. കാരണം എന്താ? കോമൺ റേഷ്യോ 1 ആയി. സോ ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോ ആണ് സെക്കൻഡ് ടേം. സോ A into 1 A.
വീണ്ടും നമ്മൾ കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക എ. അപ്പൊ എല്ലാ ടേമും എ എൻ ആയിട്ട് മാറും, ഫസ്റ്റ് ടേം എൻ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് അവിടെ സം എന്തായിരിക്കും? എ ഇൻറ്റു എൻ അല്ലെങ്കിൽ എ എൻ ആയിരിക്കും. അതായത് എൻ ടൈംസ് നമ്മൾ എന്ത് ചെയ്യാണ്? എൻ ആഡ് ചെയ്യാണ്. ആ രീതിയിലായിരിക്കും. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ ഈസ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിലാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം? ജസ്റ്റ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് സം ഓഫ് ഇൻഫിനൈറ്റ് ജി പി വരുന്നത്. അവിടെ എസ് അപ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ ആണ് വരുന്നത്. അവിടെ ആറിന്റെ റേഞ്ച് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് ആർ ലെസ് ദാൻ 1 എന്നുള്ളതാണ്. അപ്പൊ ആറിന്റെ വാല്യൂ ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 1ന്റെ മുകളിലുള്ള ഒരു വാല്യൂ ആണ് ആറിന് എന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കാം? അവിടെ നമുക്ക് ഇൻഫിനൈറ്റ് വരെയുള്ള ടേം കാണാൻ വേണ്ടി കഴിയില്ല. കാരണം എന്താ? അവിടെ ആ ഒരു വാല്യൂ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ബലൂണപ്പ് ചെയ്ത് പോകും. അതായത് ഭയങ്കരമായിട്ട് ഹയർ വാല്യൂസിലോട്ട് പോകും. സോ അവിടെ നമുക്ക് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് വരെയുള്ള സമ്മ് കണ്ടെത്തൽ എന്തല്ല ആക്ച്വലി പോസിബിൾ അല്ല. സോ അതുകൊണ്ടാണ് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്? അവിടെ ആറിനൊരു റേഞ്ച് പറയുന്നത്. സോ അവിടെ എസ് ഇൻഫിനിറ്റി എന്താണ്? എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ആണ്. ആ ഒരു ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം പറയുന്നത് if in a GP the product of two terms which are equidistant from the first and last term is constant and is equal to product of first and last term. ഓക്കെ, എന്താ അത് മീൻ ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. ഞാനൊരു ജി പി എടുക്കുകയാണ്. 1 2 4 8 16 നെക്സ്റ്റ് 32 64. ഓക്കെ, ഇതുവരെയാണ് ഞാൻ ആ ഒരു ജി പി എടുക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് ഫസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ലാസ്റ്റിൽ നിന്നും ഇക്വഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടേം. ഞാൻ ആ രണ്ട് ടേമിന് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഇപ്പോ 4, അതുപോലെ തന്നെ ലാസ്റ്റിൽ നിന്ന് അതേ പൊസിഷനിലുള്ള, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഫസ്റ്റിൽ നിന്ന് തേർഡ് ടേം ആണ് അല്ലെ? അത് 1 2 3 തേർഡ് ടേം ആണ്. ലാസ്റ്റിൽ നിന്ന് തേർഡ് ടേം നോക്കുക. 64 32 16 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പ്രൊഡക്റ്റിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് അവരെന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ് ഒന്ന് കണ്ടോക്കാം. അതായത് 4 × 16 4 × 16 എന്ന് പറയുന്നത് 64 ആണ്. ഈ ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പ്രൊഡക്റ്റ് എടുക്കുക. 1 × 64, അതും 64 തന്നെയാണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഇക്വഡിസ്റ്റന്റ് ആയിട്ട്, അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഇക്വഡിസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് എടുക്കുകയാണെങ്കിൽ, ഇക്വഡിസ്റ്റന്റ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തേർഡ് ടേം എടുക്കുകയാണെങ്കിൽ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് തേർഡ് ടേം എടുക്കുക. ഓക്കെ, അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഫസ്റ്റ് ടേമിന്റെയും ലാസ്റ്റ് ടേമിന്റെയും പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മളൊന്നുകൂടി ഒരു മാത്തമാറ്റിക്കൽ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഈ തേർഡ് ടേം എന്ന് പറയുന്നത് എന്താ? എ ഇൻറ്റു ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇൻറ്റു ഇവിടെ ഈ ഒരു 16 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം ആണ്. ദാറ്റ് മീൻസ് എ ഇൻറ്റു ആർ റേസ് ടു 4 ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇവിടെ നമുക്ക് എത്ര ആൻസർ കിട്ടും? എ സ്ക്വയർ ആർ റേസ് ടു 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണ്. അതുപോലെ തന്നെ ഇവിടെ 1 2 3 4 5 6 7 സെവൻത്ത് ടേം ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? കാണാനുള്ളത്. അപ്പോൾ സെവൻത്ത് ടേം ഇവിടെ ഏതാണ്? 64 ആണ്. ദാറ്റ് മീൻസ് എ ഇൻറ്റു ആർ റേസ് ടു 6 ആണ്. അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് എ സ്ക്വയർ ആർ റേസ് ടു 6 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് മാത്തമാറ്റിക്കലി ആ ഒരു രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും? അതിന് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ ബേസിൽ ഒരു നമ്പർ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ 1 2 4 8 16 32 64 എന്ന് പറയുന്ന ആ ഒരു ജി പി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സാമ്പിൾ വെച്ചിട്ടും അതിനവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? If each term of a GP be raised to the same power, then resulting sequence is also a GP. So ഞാനൊരു ജി പി എടുക്കാം. നേരത്തെ എടുത്ത അതേ ജി പി നമുക്ക് എടുക്കാണ്. 1 2 4 8 16 ആ രീതിയിൽ എന്ത് ചെയ്യാണ്? ഞാനൊരു ജി പി കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ പവർ എടുക്കുന്ന സമയത്ത്, അത് സെയിം പവർ എടുക്കുന്ന സമയത്ത് എന്താണ്? അതൊരു ജി പി ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എല്ലാ ടേമിനെയും സ്ക്വയർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും ഒരു ജി പി ആയി വരും എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ വി ക്യാൻ ചെക്ക്. സോ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് 2 സ്ക്വയർ 4 ആണ്. 4 സ്ക്വയർ 16 ആണ്. 8 സ്ക്വയർ 64 ആണ്. നെക്സ്റ്റ് 16 സ്ക്വയർ 256 ആണ്. അപ്പോൾ ജി പി ആണെങ്കിൽ എങ്ങനെ? അവിടെ എന്തായിരിക്കണം? റേഷ്യോ കോമൺ ആയിരിക്കണം അല്ലേ? അതായത് 4 ഡിവൈഡഡ് ബൈ 1 അതാണല്ലോ അവിടുത്തെ റേഷ്യോ വരേണ്ടത്. 4 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ എല്ലാ ടേമിനെയും അങ്ങനെ മൾട്ടിപ്ലൈഡ് ബൈ 4 ആയിട്ടാണോ അടുത്ത ടേം വരുന്നത് നോക്കാം. ഇവിടെ ഇൻറ്റു 4 തന്നെയാണല്ലോ 16 വരുന്നത്. ഇവിടെ ഇൻറ്റു 4 ആണല്ലോ 64 വരുന്നത്. ഇൻറ്റു 4 ആണ് 256 വരുന്നത്. സോ അവിടെ പവർ ചെയ്യുന്ന സമയത്ത് ഒരു ജി പിയുടെ എല്ലാ ടേമിനെയും കൃത്യമായിട്ട് സെയിം പവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് അവിടെ കിട്ടുന്നതും? എന്താണ്? ഈ ഒരു ജി പി ആണ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. നെക്സ്റ്റ് കാര്യം എന്താ പറയുന്നത്? ഇൻ എ ജി പി
ടി ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി ആർ മൈനസ് കെ ഇൻറ്റു ടി ആർ പ്ലസ് കെ വേർ കെ ലെസ് ദാൻ ആർ ആൻഡ് ആർ നോട്ട് ഈക്വൽ ടു 1. ഒരു എക്സാമ്പിളിന്റെ ബേസിസിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ജി പി ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. 2, 4, 8, 16, 32, 64, 128. ഓക്കെ, അപ്പൊ ഞാൻ റാൻഡംലി എന്ത് ചെയ്യാണ്, ഒരു ടേം എടുക്കുകയാണ്. അതിനാണ് നമ്മൾ ടി ആർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്യാൻ്റെ വാല്യൂ ഞാൻ എക്സാമ്പിൾ ആയിട്ട് 1 ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടി ആർ മൈനസ് കെ. ടി ആർ എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ? 4th ടേം ആണ്. ദാറ്റ് മീൻസ് ആർ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ തൊട്ട് ലെഫ്റ്റിലുള്ള ടേം ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആർ പ്ലസ് കെയും കൺസിഡർ ചെയ്യണം, അതായത് തൊട്ട് റൈറ്റിലുള്ള ടേമും. ഓക്കെ, അപ്പൊ തൊട്ട് ലെഫ്റ്റിലുള്ള ടേം 8 ആണ്, തൊട്ട് റൈറ്റിലുള്ള ടേം 32 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 16ന്റെ സ്ക്വയർ, അതായത് ടി ആർ സ്ക്വയർ, ദാറ്റ് മീൻസ് 16ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, 8 × 32 ആവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 16ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256 ആണ്. ഓക്കെ, ഇനി 8 × 32 എത്രയാ? 8 × 30 എത്രയാ? 240 ആണ്. 8 × 2 എത്രയാ? 16 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 256 വരുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അവിടെ ഒരു ടേം എടുക്കുക, അതിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇക്വഡിസ്റ്റന്റ് ആയിട്ടുള്ള ടേമിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ടേം ഏതാണോ അതിന്റെ സ്ക്വയറിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിവിടെ 16 ആണ് എടുത്തത്. 16ന്റെ സ്ക്വയർ 256 ആണ്. അതിന്റെ ഇക്വഡിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ടേം നമ്മൾ എടുത്തു, 32ഉം അതുപോലെ തന്നെ 8ഉം ആണ്. അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും ഇതിനെന്താണ്, തീർച്ചയായിട്ടും അവിടെ ഈക്വൽ ആയിരുന്നു. നെക്സ്റ്റ് കാര്യം പറയുന്നത് ഇഫ് A1, A2, A3 അങ്ങനെ പോയി AN വരെ ഒരു ജി പി ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ജി പി പോസിറ്റീവ് ടേംസിന്റെ ജി പി ആണ്. ദെൻ log A1, log A2 up to log AN is an AP and vice versa. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എടുക്കാം. അതിന്റെ ഫസ്റ്റ് ടേമിന്റെ ലോഗ്, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ അപ് ടു n വരെ എന്തായിരിക്കും, ഒരു എ പി ആയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. സോ ഒരു ജി പി ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിന്റെ ലോഗും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എടുക്കാം. സോ ഫസ്റ്റ് കേസിൽ ഞാൻ ജി പി 3, 6, 12, 24, 48 ആ രൂപത്തിലാണ് ഞാൻ ജി പി എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ലോഗ് ജസ്റ്റ് എടുക്കാം. ലോഗ് 3, നെക്സ്റ്റ് ലോഗ് 6 ആണ്. ലോഗ് 6നെ നമുക്ക് ലോഗ് 3 × 2 എന്ന് പറഞ്ഞൂടെ. ഓക്കെ, ലോഗ് 3 × 2 അല്ലെങ്കിൽ ലോഗ് A × B എന്ന് പറയുന്ന ഫോമിലായി. ദാറ്റ് മീൻസ് ലോഗ് A പ്ലസ് ലോഗ് B ആണ്. അതായത് ലോഗ് A × B ഈസ് ഈക്വൽ ടു ലോഗ് A പ്ലസ് ലോഗ് B ആണ്. സോ ആ ഒരു ഫോമിൽ വരുന്ന സമയത്ത് ലോഗ് 3 പ്ലസ് ലോഗ് 2 ആയി. നെക്സ്റ്റ് ലോഗ് 12 ആണ്. 12നെ നമുക്ക് എന്ത് പറയാം, 3 × 2 × 2. ഓക്കെ, 3 × 2 6 ആണ്, 6 × 2 12 ആണ്. സോ അവിടെ നമുക്ക് എങ്ങനെ കിട്ടും, ലോഗ് 3 പ്ലസ് ലോഗ് 2 പ്ലസ് ലോഗ് 2. ഓക്കെ, അപ്പൊ 2 തവണ ലോഗ് 2 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് പറയാൻ പറ്റും, 2 log 2 എന്ന് പറയാൻ പറ്റും. 2 log 2. 2 log. ഓക്കെ, അടുത്തത് 24 എങ്ങനെ വരും, ലോഗ് 3 × 2 × 2 × 2. ഓക്കെ, അവിടെ ലോഗ് 3 പ്ലസ് 3 log 2 വരും. ഓക്കെ, അടുത്തത് 48 ആണെങ്കിലോ ലോഗ് 3 × 2 × 2 × 2 × 2. ഓക്കെ, 4 ടൈംസ് നമ്മൾ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇസ് ഈക്വൽ ടു ലോഗ് 3 പ്ലസ് 4 log 2 എന്ന് വരും. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഓരോ ടേമിൽ നിന്ന് അടുത്തൊരു ടേമിലോട്ട് പോകുന്ന സമയത്ത് എന്താ ആഡ് ചെയ്ത് പോകുന്നത്, ലോഗ് 2 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ലോഗ് 3 എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് ടേം ആണ്, ഒരു എ പിയുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആണ്. ഓരോ ടേമിലോട്ട് പോകുന്നതിനനുസരിച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോവാണ്. ഏതാ കോമൺ ഡിഫറൻസ്, ലോഗ് 2 ആണ് അവിടെ കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റും അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ലോഗ് 3 ആണ്. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ലോഗ് 2 ആണ്. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് അൽജിബ്രായിക് വാല്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ജി പിയുടെ nth ടേം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് an എന്താ, n is equal to a1 × r⁻n - 1 ആണ്. സോ നമ്മൾ രണ്ട് സൈഡിലും ലോഗ് എടുക്കുകയാണ്.
log a raised to n is equal to log a1 into r raised to n minus 1. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു log a into b എന്താ log a plus log b ആണ്. സോ ഇൻ ദാറ്റ് കേസ് log an is equal to log a1 plus log r raised to n minus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ log an is equal to log a1 plus log r raised to n minus 1. അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അല്ലാന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമില? നമുക്ക് n minus 1 ഇൻറ്റു log r എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഫോം ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം എങ്ങനെ കാണാം? n is equal to a1 plus n minus 1 into d. സോ ഇവിടുത്തെ a1 എന്ന് പറയുന്നത് ഏതാ? a1 എന്ന് പറയുന്നതാണ് log a1. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ് ഏത്? log r. ഓക്കെ, സോ ആ ഒരു ഫോമിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ആ ലോഗ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അതായത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? a1 a2 അപ് ടു an ഒരു ജി പി ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ടേംസിന്റെ ജി പി ആണെങ്കിൽ ഓരോ ടേമിന്റെയും ലോഗ് എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എന്തിലായിരിക്കും? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് if a1 a2 a3 and b1 b2 b3 are two GPs, then a1 b1 a2 b2 a3 b3 and a1 divided by b1 a2 divided by b2 a3 divided by b3 is also in GP. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ a1 a2 a3 എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റത്തെ ഒരു GP എടുക്കാം. 1 2 4 8 16 32 ആ ഒരു GP നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാണ്. നെക്സ്റ്റ് 3 9 27 81 243 എന്നുള്ള രൂപത്തിൽ നമ്മൾ നെക്സ്റ്റ് ടേമിനെയും അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് GPയെയും നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ അവർ ഫസ്റ്റ് പറയുന്നത് a1 b1 a2 b2 a3 b3 ഇതൊക്കെ ഒരു GP ആവുന്നുള്ളതാണ്. a1 b1 എന്ന് പറഞ്ഞാൽ എന്താ? a1 into b1. So 1 into 3 that means 3 ആണ്. നെക്സ്റ്റ് 2 into 9 18 ആണ്. 4 into 27 എത്രയാ? 4 into 20 എന്ന് പറയുന്നത് 80 ആണ്. 4 into 7 എന്ന് പറയുന്നത് 28 ആണ്. ഓക്കെ, സോ 108 വന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു GP മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇവിടെ കോമൺ റേഷ്യോ സെയിം ആണോ നോക്കുക. സോ ഇവിടെ ഓരോ ടേമിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു 6 അതെന്താണ് സെയിം ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ 3ലേക്ക് 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 18 കിട്ടുക. ഓക്കെ, 8ലേക്ക് 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് എന്തും കിട്ടുക? 108 കിട്ടുക. ദാറ്റ് മീൻസ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു GP ആയിട്ട് വരുന്നുണ്ട്. ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യം നോക്കാം. a1 ഡിവൈഡഡ് ബൈ b1 a2 ഡിവൈഡ് ബൈ b2 a3 ഡിവൈഡ് ബൈ b3 ആ ഒരു കാര്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ a1 ഡിവൈഡഡ് ബൈ b1 1/3 ആണ്. a2 ഡിവൈഡ് ബൈ b2 2/9 ആണ്. നെക്സ്റ്റ് a3 ഡിവൈഡ് ബൈ b3 4/27 ആണ്. ആ രീതിയിലാണ് ആ ഒരു സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു GP പോയിക്കൊണ്ടിരിക്കുന്നത്. GP ആണെന്ന് അവർ പറയുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1/3ലേക്ക് ഏത് ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2/9 കിട്ടുക? 1/3ലേക്ക് 2/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? അവിടെ 2/9 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 2/9ലേക്ക് എന്ത് ചെയ്യുക? 2/9ലേക്ക് ജസ്റ്റ് 2/3 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, 2/3 into 2/9 2 into 2 4 ആണ്. 4/27 കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? കൃത്യമായിട്ട് അടുത്തൊരു ടേം നമുക്ക് അവിടെ കിട്ടി. അതായത് കോമൺ റേഷ്യോ ഓക്കെ ആണ്, കാര്യങ്ങളാണ്. അവിടെ GP കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. R is equal to TJ divided by TI whole raised to 1/j minus I where I not equal to J. സോ എന്താണ് അവരോട് പറയുന്നത്? ജസ്റ്റ് നോക്കാം. നമുക്കൊരു GP എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 1 2 4 8 16 32 എന്നുള്ള രൂപത്തിൽ ആ ഒരു GP ഇങ്ങനെ പോവാണ്. സോ R അതായത് കോമൺ റേഷ്യോ ആണ് ഉദ്ദേശിക്കുന്നത്. R is equal to T of J divided by T of I whole raised to 1/j minus I എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ T of J അതായത് ഇവിടെ 5th ടേം ആണ്.
T5 ആയിട്ട് 16 ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഒരു T3 ആയിട്ട് നമുക്ക് 4 ആണ് വരുന്നത്. അപ്പൊ ജെക്കും ഐക്കും പകരം ഞാൻ എന്ത് ചെയ്യാണ് 5ഉം 3ഉം കൊടുക്കാണ്. കാരണം TJ അതായത് ജെത്ത് ടേം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പകരം 5th ടേം നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് T5 ഡിവൈഡഡ് ബൈ T3. ഈ അതിന്റെ പകരം T3 കൊടുത്തു. T3 ഹോൾ റേസ് ടു 1 ഡിവൈഡഡ് ബൈ ജെന്റെ പകരം ഇവിടെ എത്രയാണ് 5 ആണ് മൈനസ് അതിന്റെ പകരം 3 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ റേഷ്യോ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. സോ ജസ്റ്റ് നോക്കുക, T5 ടേം 5 എത്രയാ 16 ആണ് ഡിവൈഡഡ് ബൈ T3 എത്രയാ ടേം 3 4 ആണ് ഹോൾ റേസ് ടു 1 ഡിവൈഡ് ബൈ 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, സോ R is equal to 16 divided by 4 എത്രയാണ് 4 ആണ്. 4 ഹോൾ റേസ് ടു 1/2. ഓക്കെ, റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താ സ്ക്വയർ റൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് R is equal to √4 is equal to 2. ഓക്കെ, ഇവിടെ കോമൺ റേഷ്യോ 2 ആണോ എന്നുള്ളത് നോക്കുക. ആണല്ലോ. 1 into 2 2, 2 into 2 4, 4 into 2 8 ആ രൂപത്തിലാണ് അവിടെ വരുന്നത്. സോ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കോമൺ റേഷ്യോ കണ്ടെത്താം എന്നുള്ളതാണ് അവരവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് GP റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് A, B, C, D and P are distinct real numbers such that A square plus B square plus C square into P square minus 2P into AB plus BC plus CD plus B square plus C square plus D square less than or equal to 0 അങ്ങനെയാണെങ്കിൽ then A, B, C, D are in ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് AP, GP, HP or none of these. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രാക്കറ്റിന് പുറത്തുള്ള പി സ്ക്വയറിനെയും അതുപോലെ തന്നെ 2P ഒക്കെ എന്ത് ചെയ്യാണ് മൈനസ് 2P ഒക്കെ ഞാൻ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. സോ പി സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ, സോ എ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പി സ്ക്വയർ മൈനസ് 2PAB മൈനസ് 2PBC മൈനസ് 2PCD പ്ലസ് പി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ ഞാൻ അതിനെ A മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫോമിലോട്ട് എത്തിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതിന് ചെറിയൊരു റീഅറേഞ്ച്മെന്റ്സ് നടത്തുകയാണ്. സോ ആദ്യം എ സ്ക്വയർ പി സ്ക്വയർ വന്നു മൈനസ് 2PAB. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ മൈനസ് 2PBC പ്ലസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പി സ്ക്വയർ മൈനസ് 2PCD പ്ലസ് ഡി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ജസ്റ്റ് നോക്കുക അത് ഏത് ഫോമിലായിരുന്നു, എ സ്ക്വയർ പി സ്ക്വയർ മൈനസ് 2PAB പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കുമ്പോൾ എന്റെ പകരം ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ AP ആണ് വരുന്നത്. ബിന്റെ പകരം ആക്ച്വലി ഫസ്റ്റത്തെ ആ ഒരു കേസിൽ ബി തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫോമിലേക്ക് ആക്കി അതിനെ എഴുതാം. സോ AP മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് BP മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് CP മൈനസ് ഡി ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് 3 സ്ക്വയേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് AP മൈനസ് ബി, BP മൈനസ് സി, അതുപോലെ തന്നെ CP മൈനസ് ഡി, 3 സ്ക്വയേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയറിന്റെ വാല്യൂ എന്താവില്ല, ഒരിക്കലും നമുക്ക് നെഗറ്റീവ് വരാൻ പറ്റില്ല. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ മാക്സിമം വരാൻ കഴിയുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നെഗറ്റീവ് വരാൻ വേണ്ടി കഴിയൂല, കാരണം സ്ക്വയേഴ്സിന്റെ വാല്യൂ എന്തായാലും എന്താവില്ല, നെഗറ്റീവ് ആവില്ല. അപ്പൊ അവിടെ നമുക്ക് ആകെ പോസിബിലിറ്റി ഉള്ളത് ഓരോന്നിന്റെയും വാല്യൂ എന്താവാൻ വേണ്ടിയിട്ടാണ്, 0 ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ. സ്ക്വയേഴ്സിന്റെ വാല്യൂ എന്താവല് പോസിബിൾ അല്ല, നെഗറ്റീവ് ആവല് പോസിബിൾ അല്ല. സോ നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റും
എ പി മൈനസ് ബി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പി ഈസ് ഈക്വൽ ടു ബി, ബി ഈസ് ഈക്വൽ ടു ബി ബൈ എ. നെക്സ്റ്റ് ബി പി മൈനസ് സി ഈസ് ഈക്വൽ ടു 0, ബി പി ഈസ് ഈക്വൽ ടു സി, പി ഈസ് ഈക്വൽ ടു സി ബൈ ബി. ഓക്കെ, ലാസ്റ്റ് വൺ സി പി മൈനസ് ഡി ഈസ് ഈക്വൽ ടു 0, സി പി ഈസ് ഈക്വൽ ടു ഡി, പി ഈസ് ഈക്വൽ ടു ഡി ബൈ സി. ഓക്കെ, ഇപ്പോൾ പിയുടെ 3 വാല്യൂസ് നമുക്ക് കിട്ടി. അപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ എന്തായിരിക്കും? ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. കാരണം ജസ്റ്റ് നോക്കുക, എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആയിരിക്കും. കാരണം പി ബൈ എ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന വാല്യൂ ആണ്. അതായത് പി ആണ് ഇവിടുത്തെ കോമൺ റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ സി ബൈ ബിയും എന്താണ്? ആ ഒരു കോമൺ റേഷ്യോ തന്നെയാണ്. ഡി ബൈ സിയും എന്താണ്? പി ആണ് വരുന്നത്. അപ്പോൾ പി കോമൺ റേഷ്യോ ആയിട്ടുള്ള ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും ഡിയും ഒക്കെ എന്തിലാണ്? ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലാണ്. സോ ഓപ്ഷൻ ബി ജി പി ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 3 digits which are in GP. The sum of the right hand and left hand digits exceeds twice the middle digit by 1, and the sum of the left hand and middle digits is 2/3 of the sum of middle and right hand digits. Find the numbers. അപ്പോൾ ഒരു 3 digit നമ്പർ ഉണ്ട്. ആ 3 ഡിജിറ്റും എന്താണ്? ജി പിയിലാണെന്നാണ് പറയുന്നത്. സോ ഒരു 3 digit നമ്പർ കൺസിഡർ ചെയ്യാം. അതൊരു ജി പിയിലാണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്പർ എ ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എ ആർ അല്ലെ? എ ഇൻറ്റു ആർ, അതായത് എ ഇൻറ്റു കോമൺ റേഷ്യോ. തേർഡ് നമ്പർ എന്തായിരിക്കും? എ ആർ സ്ക്വയർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ സം ഓഫ് റൈറ്റ് ഹാൻഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡിജിറ്റ്, അതായത് എ പ്ലസ് എ ആർ സ്ക്വയർ. അതാണല്ലോ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും. ഓക്കെ, ഡിജിറ്റ്സ് എക്സീഡ്സ് ദ ട്വൈസ് ദ മിഡിൽ ഡിജിറ്റ് ബൈ 1. അപ്പൊ ട്വൈസ് ദ മിഡിൽ ഡിജിറ്റ് ബൈ 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് എ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AR പ്ലസ് 1 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ നിന്ന് മേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാക്കി എന്താ പറയുന്നത്? ആൻഡ് ദ സം ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് മിഡിൽ ഡിജിറ്റ്, ദാറ്റ് മീൻസ് എ പ്ലസ് എ ആർ ഈസ് 2/3 ഓഫ് സം ഓഫ് മിഡിൽ ആൻഡ് റൈറ്റ് ഹാൻഡ് ഡിജിറ്റ്. മിഡിൽ ഏതാ? എ ആർ ആണ്, പ്ലസ് റൈറ്റ് ഹാൻഡ് എ ആർ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇക്വേഷൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇത് സെക്കൻഡ് ഇക്വേഷനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് എനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ എനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എ ഇൻറ്റു 1 പ്ലസ് ആർ ആണ് വരിക. ഈക്വൽ ടു ഇവിടെ 2/3 എ ഇ ഇൻറ്റു ആർ പ്ലസ് ആർ സ്ക്വയർ ആണ് അല്ലേ? രണ്ടൊന്നും ഞാൻ എന്ത് ചെയ്തു? എനെ ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഈ ഒരു ഏനയും എന്ത് ചെയ്യാം? എനിക്ക് ഡയറക്റ്റ്ലി കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു 3നെ എങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം? 3 പ്ലസ് 3 ഇൻറ്റു ആർ 3R ആണ് ഇസ് ഈക്വൽ ടു ഈ ഒരു 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം 2R പ്ലസ് 2R സ്ക്വയർ. ഓക്കെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഫോം ചെയ്യുക. സോ അതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് റൈറ്റ് സൈഡിൽ 2R സ്ക്വയർ ഉണ്ട്. സോ 2R സ്ക്വയർ, പിന്നെ 2R വരുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പ്ലസ് 3R അങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3R ആവും, മൈനസ് 3R. അതുപോലെ തന്നെ പ്ലസ് 3 അങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് 3 ആവും, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആ ഒരു 2R മൈനസ് 3R കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. 2R സ്ക്വയർ, 2R മൈനസ് 3R മൈനസ് R ആണ്, മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ഡിവൈഡ് ബൈ 2A. സോ ഇവിടെ R ആണ് നമുക്ക് കാണാനുള്ളത്. R ഇസ് ഈക്വൽ ടു മൈനസ് ബി. ഇവിടെ ബി എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ മൈനസ് ഓഫ് -1 ദാറ്റ് മീൻസ് +1 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, മൈനസ് 4AC. ഓക്കെ, 4 ഇൻറ്റു എ ദാറ്റ് മീൻസ് 4 ഇൻറ്റു 2 8 ആണ്. 8 ഇൻറ്റു -3 ദാറ്റ് മീൻസ് -24 ആണ്, -24 ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. എ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4 വന്നു. ഓക്കെ, സോ R ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് -24 ദാറ്റ് മീൻസ് 1 പ്ലസ് 24 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 1 പ്ലസ് 24 25 ആണ് ഡിവൈഡഡ് ബൈ 4 വന്നു. ഓക്കെ,
ദാറ്റ് മീൻസ് ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 വരും. 1 പ്ലസ് ഓർ മൈനസ് 5 ഡിവൈഡഡ് ബൈ 4. പക്ഷേ അവിടെ 1 മൈനസ് 5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് -4 വരും. -4 ഡിവൈഡ് ബൈ 4 -1 ആണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആറിന്റെ വാല്യൂ എന്താ വരിക? -1 ആണ് വരിക. സോ അവിടെ നമുക്ക് ഒരു നമ്പർ എടുക്കുന്ന സമയത്ത് അതിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ഡിജിറ്റ് നമുക്ക് മൈനസ് വരാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വരാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എ നമ്പർ കൺസിസ്റ്റ് ഓഫ് 3 ഡിജിറ്റ്. എക്സാമ്പിൾ ആയിട്ട് അവിടെ നമ്മൾ -1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഏതാണ് കിട്ടുന്നത്? അതിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ -1 ആയിരിക്കും നമുക്ക് സെക്കൻഡ് ടേം വരിക. ദാറ്റ് മീൻസ് സെക്കൻഡ് ടേം അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ആയിട്ട് വരും. ഒരു നമ്പറിൽ അങ്ങനെ പോസിബിൾ ആണോ? ഒരിക്കലും അല്ല. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, പോസിറ്റീവ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതായത് ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4, അതായത് 6 ഡിവൈഡ് ബൈ 4. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 3/2 ആണ് നമുക്ക് അവിടെ നിന്ന് ആറിന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. അപ്പൊ ഈ ആറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇക്വേഷൻ 1 എന്താ നോക്കുക, എ പ്ലസ് എ ആർ സ്ക്വയർ ആണ്. അവിടുന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. 1 പ്ലസ് ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2AR പ്ലസ് 1 ആണ്. 2AR പ്ലസ് 1. സോ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഇൻറ്റു 1 പ്ലസ് ആർ സ്ക്വയർ എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് 3/2 സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 9 ഡിവൈഡഡ് ബൈ 4 ആ വരിക. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു ആർ. സോ 2 ഇൻറ്റു ആർ, ഓക്കെ, 2 ഇൻറ്റു ആർ എത്രയാണ്? 3/2 ആണ്. 2A പ്ലസ് 1, 2 2 ക്യാൻസൽ ആയിട്ട് പോകും. ദാറ്റ് മീൻസ് നമുക്കിവിടെ എ ഇൻറ്റു 1 പ്ലസ് 9/4. ഓക്കെ, 1നെ നമുക്ക് 4/4 എന്ന് പറഞ്ഞൂടെ? 4/4 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. 4 പ്ലസ് 9, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ലൈക്ക് ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്, ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി. 4 പ്ലസ് 9 13 ആണ്. 13 ഡിവൈഡഡ് ബൈ 4 ഇസ് ഈക്വൽ ടു, ഇവിടെ 3 ഇൻറ്റു എ 3A ആണ്, പ്ലസ് 1 ആണ് ബാക്കി അവിടെ വരുന്നത്. സോ നമുക്ക് ഈ ഒരു 4 എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 13A ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എ 12A ആണ്. 12A പ്ലസ് 4 എന്ന് വന്നു. എ ഇസ് ഈക്വൽ ടു അല്ലേ, 13A മൈനസ് 12A, ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -12A ആവും. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. സോ നമുക്ക് അവിടുന്ന് ആറും കിട്ടി, അതുപോലെ തന്നെ എയും കിട്ടി. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 3/2 അല്ലേ, 3/2 അല്ലേ കിട്ടിയത്? യെസ്, 3/2 ആണ് കിട്ടിയത്. അതുപോലെ തന്നെ എ ഇസ് ഈക്വൽ ടു 4 ആണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണെന്ന് കിട്ടി? ഫസ്റ്റ് ടേം നമുക്ക് 4 ആണ്. സെക്കൻഡ് ടേം 4 ഇൻറ്റു 3/2, ദാറ്റ് മീൻസ് 2 ഇൻറ്റു 3 6 ആണ്. നെക്സ്റ്റ് ടേം 4 ഇൻറ്റു 3/2 സ്ക്വയർ ആണ്. ഓക്കെ, അതായത് 4 ഇൻറ്റു 3/2 ഇൻറ്റു 3/2. ഓക്കെ, 2ഉം 2ഉം ഈ ഒരു 4നോട് ക്യാൻസൽ ആവും അല്ലേ. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. മുകളിലുള്ള 4ഉം താഴെയുള്ള 4ഉം ക്യാൻസൽ ആവും. ബാക്കി 3 ഇൻറ്റു 3 9 ആണ് വരുന്നത്. സോ ഫസ്റ്റ് ടേം നമുക്ക് 4 വന്നു, സെക്കൻഡ് ടേം നമുക്ക് 6 വന്നു, തേർഡ് ടേം നമുക്ക് 9 വന്നു. ഓക്കെ, അതായിരിക്കും നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. 4, 6, 9 ഇതാണ് ആ ഒരു 3 ടേംസ് വരുന്നത്. അതുപോലെ തന്നെ അവിടെ 6 അല്ലെങ്കിൽ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 3/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, HPയും അതുപോലെ തന്നെ AGP, അതായത് ഹാർമോണിക് പ്രോഗ്രഷനും അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പരിചയപ്പെടാം. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 0.3258 ബാർ. ഓക്കെ, 58 ബാർ എന്ന് ഉദ്ദേശിച്ചത് എന്താ? അപ്പോൾ അവിടെ ആ 58 എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആക്കാനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ആർ ഈസ് ഈക്വൽ ടു, ഞാൻ ഓൾറെഡി പറഞ്ഞു 58 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് ആ 58ന് മുകളിൽ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ബാർ ഇടുന്നത്. 0.32585858 അങ്ങനെ ഇൻഫിനൈറ്റ് വരെ ഒരു 58 ഇങ്ങനെ എന്ത് ചെയ്യാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ 100R എത്രയെന്ന് കാണുകയാണ്. 100R ഈസ് ഈക്വൽ ടു, ഈ ഒരു ആറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് 2 ഡെസിമൽ പൊസിഷൻ മാറും. 32.5858 എന്നുള്ള രൂപത്തിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 100R ഉണ്ടാവുക. ഇനി ഞാൻ 10,000R കാണാണ്. ഇസ് ഈക്വൽ ടു, ഇപ്പോൾ 32.585858 നമ്മൾ 100R കണ്ടപ്പോഴാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ റൈറ്റിലോട്ട് ഡെസിമൽ 2 പോയിന്റ് പുഷ് ചെയ്യണം. സോ 32.585858 എന്നുള്ള രൂപത്തിലാണ് നമുക്ക് അവിടെ വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ മൈനസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ 10,000R നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, 100R മൈനസ് ചെയ്യുക. ദാറ്റ് മീൻസ് 10,000 മൈനസ് 100 9,900 ആണ്. R ഉണ്ട്, 9,900R ഇസ് ഈക്വൽ ടു
ആദ്യം എന്ത് ചെയ്യുക, 3258 നിന്ന് 32 മൈനസ് ചെയ്യാം. ഓക്കെ, 3258 നിന്ന് 32 മൈനസ് ചെയ്യുമ്പോൾ എത്രയാ, 3258 മൈനസ് 32. ആദ്യം നമ്മൾ 30 മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് 3228 കിട്ടും. വീണ്ടും 2 മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് 3226 വരും. ഓക്കെ, 0.585858 ഈ 0.58ഉം 58ഉം 58ഉം എന്ത് ചെയ്യും, ജസ്റ്റ് ക്യാൻസൽ ആയിട്ട് പോകും. രണ്ടും മൈനസ് ചെയ്യുന്ന സമയത്ത് 0 ആവും. സോ നമുക്ക് 9900 r ഈസ് ഈക്വൽ ടു 3226 എന്നാണ് കിട്ടുന്നത്. നമുക്ക് കാണാനുള്ളത് 6 ആണ് അല്ലേ, നമുക്ക് 6ന്റെ വാല്യൂ ആണ്, അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ ആണ് കാണുന്നത്. r ഈസ് ഈക്വൽ ടു 3226 ഡിവൈഡഡ് ബൈ 9900. ഇതാണ് നമുക്ക് കിട്ടുക. അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 3226 അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 1613 എന്നാണ് കിട്ടുക. ഡിവൈഡഡ് ബൈ നമുക്ക് 9900 എന്ത് ചെയ്യണം, ജസ്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സോ 9000നെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 4500 ആണ് 28 ഡിവൈഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ 900നെ ചെയ്യുന്ന സമയത്ത് 450 ആണ്. സോ നമുക്കവിടെ 1613 ഡിവൈഡഡ് ബൈ 4950 എന്നുള്ള ഒരു ആൻസർ എന്ത് ചെയ്യും, അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 2 ടോപ്പിക്സ് ആണ്. ഒന്നാമത്തത് ഹാർമോണിക് പ്രോഗ്രഷനും രണ്ടാമത്തത് അരിത്തമെറ്റിക്കോ ജിയോമെട്രിക് പ്രോഗ്രഷനുമാണ്. സോ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ഹാർമോണിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചു അല്ലേ. അതായത് ഒരു ടേം വന്നു, ആ ഒരു ടേമിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒരു ടേം കിട്ടും, പിന്നെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ ഒരു ടേം കിട്ടും. ആ രീതിയിൽ എക്സാമ്പിൾ ആയിട്ട് ആ ഒരു എ പി നമുക്ക് ഇങ്ങനെ വിളിക്കാം, എ, നെക്സ്റ്റ് ടേം എ പ്ലസ് ഡി, നെക്സ്റ്റ് എ പ്ലസ് 2d, നെക്സ്റ്റ് എ പ്ലസ് 3d എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ റെസിപ്രോക്കൽസ് നമ്മൾ എടുക്കുകയാണ്. അതായത് ഫസ്റ്റ് ടേമിന്റെ റെസിപ്രോക്കൽ 1/a, സെക്കൻഡ് ടേമിൻ്റെത് 1/a പ്ലസ് ഡി, തേർഡ് ടേമിൻ്റെത് 1/a പ്ലസ് 2d, നെക്സ്റ്റ് 1/a പ്ലസ് 3d. ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്, ഓരോ ടേംസിന്റെയും റെസിപ്രോക്കൽ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് ഒരു ഹാർമോണിക് പ്രോഗ്രഷൻ ആയിരിക്കും. ഇനി നേരെ തിരിച്ചും നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ഹാർമോണിക് പ്രോഗ്രഷന്റെ ടേംസ് ഒക്കെ തന്നെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, എ സീക്വൻസ് ഈസ് സെഡ് ടു ബി ഇൻ HP ഇഫ് ദ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് ടേംസ് ആർ ഇൻ AP. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അതായത് ഒരു സീക്വൻസ് ഹാർമോണിക് ആണ് എന്ന് പറയാനുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഹാർമോണിക് പ്രോഗ്രഷൻ ആണ് എന്ന് നമ്മൾ എങ്ങനെ പറയാം, അതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിരിക്കും. ഓൾറെഡി അതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഞാനൊരു AP കൺസിഡർ ചെയ്യാണ്. 2, 4, 6, 8, 10 എന്നുള്ള രൂപത്തിലാണ് ആ ഒരു AP വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന HP ഹാർമോണിക് പ്രോഗ്രഷൻ എന്തായിരിക്കും, 1/2, 1/4, നെക്സ്റ്റ് 1/6, 1/8, 1/10 എന്നുള്ള രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം അവർ പറയുന്നുണ്ട് എന്താണ്, നോ ടേം ഓഫ് എനി HP ക്യാൻ ബി 0. അപ്പോൾ HP ഒരു ടേം പോലും എന്താവില്ല, 0 ആവില്ല എന്നുള്ളൊരു കാര്യം കൂടി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ പറയുന്നത്, ഇഫ് A, B, C ആർ ഇൻ HP then B is equal to 2AC divided by A plus C. ഓക്കെ, അതിന് നമ്മൾ ഹാർമോണിക് മീൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ചില കൺസെപ്റ്റുകൾ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിക്കുന്ന സമയത്ത് അവിടെ ആവറേജ് സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ചില കേസസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഹാർമോണിക് മീനിന്റെ ഇക്വേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ A divided by C is equal to A minus B divided by B minus C. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു HP കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഉള്ള ഈ ഒരു HP ഞാൻ ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ one by 2, 1/4, 1/6 എന്നുള്ള രൂപത്തിൽ ഞാൻ ആ ഒരു HP എന്ത് ചെയ്യാണ്, ജസ്റ്റ് കൺസിഡർ ചെയ്യാണ്. സോ ജസ്റ്റ് നോക്കുക, ഫസ്റ്റ് അവർ പറയുന്നത് B is equal to 2AC divided by A plus C, അതായത് ഹാർമോണിക് മീൻ ആണ്. സോ B എന്താ അവിടെ, B 1/4 ആണ്. ഓക്കെ, അതിന് തുല്യമാണോ 2AC divided by A plus C എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ 2 into A എന്ന് പറയുന്നത് 1/2 ആണ്,
ഇൻറ്റു സി എന്ന് പറയുന്നത് തേർഡ് ടേം അല്ല, അതായത് 1/6 ആണ്, ഡിവൈഡഡ് ബൈ എ പ്ലസ് സി, ദാറ്റ് മീൻസ് 1/2 പ്ലസ് 1/6. ഓക്കെ, ഈ 2ഉം 2ഉം ക്യാൻസലായി, ബാക്കി 1 × 1 1 ഡിവൈഡഡ് ബൈ 6, 1 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ, ഇവിടെ മുകളിലും താഴെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, നമുക്ക് എന്ത് കിട്ടും? 3 ഡിവൈഡഡ് ബൈ 6 കിട്ടും. 3 + 1 4 ആണ്. സോ 4 ഡിവൈഡഡ് ബൈ 6 എന്നാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുക കിട്ടുക. സോ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 × 6 ഡിവൈഡഡ് ബൈ 4 × 6 ആണ് കിട്ടുക. 6ഉം 6ഉം കട്ടായി, നമുക്ക് അൾട്ടിമേറ്റ്ലി 1/4 ആണ് അവിടെ ആൻസർ വരിക. സോ ആ ഒരു 1/4 തന്നെയാണല്ലോ ഇവിടെ ബി ആയിട്ട് വരുന്നത്. ബി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ്, ABC, അതിൽ സെക്കൻഡ് ടേം ആണ് ബി എന്ന് പറയുന്നത്, 1/4 ആണ്. സോ ആ ഒരു 1/4 തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നത്. ഇനി അതേ രീതിയിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള A/C = A-B ഡിവൈഡഡ് ബൈ B-C ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ അവിടെ എടുത്തിട്ടുള്ള ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1/2, 1/4, 1/6 എന്നുള്ളതാണ്. സോ A/C എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കാം, 1/2 × 6/1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് 3 ആണ്. ഓക്കെ, ഇനി A-B ഡിവൈഡ് ബൈ B-C എന്താ നോക്കാം? A-B, that means 1/2 minus 1/4 divided by 1/4 minus 1/6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിൽ നമുക്ക് എന്ത് കിട്ടും? മുകളിൽ ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. 1 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ, ഇവിടെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അവിടെ LCM മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് എനിക്ക് എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ അതിനെ ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ 12 ആണ് ഡിനോമിനേറ്ററിൽ വരിക. 1 × 3 മൈനസ് 1 × 2, ദാറ്റ് മീൻസ് 3 - 2 ആണ്. നമുക്ക് എത്ര വരിക? 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 12 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. സോ നമുക്ക് അവിടെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഡിവൈഡ് ബൈ 4 × 12 ഡിവൈഡഡ് ബൈ 1. ഓക്കെ, 1 1 ക്യാൻസലായി. 12 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ആ 3 തന്നെയാണല്ലോ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയത്. ഓക്കെ, സോ അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മളൊരു HP-യുടെ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കി. ഇനിയാണ് നമ്മൾ അരിത്തമെറ്റിക്കോ ജോമെട്രിക് സീരീസിൻ്റെ കേസിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അരിത്തമെറ്റിക് സീരീസ് പഠിച്ചു, അതുപോലെ തന്നെ ജോമെട്രിക് സീരീസ് പഠിച്ചു. അപ്പോൾ ആ പേര് തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അരിത്തമെറ്റിക് സീരീസിൻ്റെയും അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും അതുപോലെ തന്നെ ജോമെട്രിക് പ്രോഗ്രഷൻ്റെയും ഒരു കമ്പൈനിങ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു AP ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു GP ഉണ്ട്. ഓക്കെ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനും ഒരു ജോമെട്രിക് പ്രോഗ്രഷനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായിരിക്കും നമ്മുടെ AGP, അല്ലാന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക്കോ ജോമെട്രിക് സീരീസിന്റെ ഫസ്റ്റ് ടേം ആയിട്ട് വരാം. അപ്പം എന്താ ചെയ്യുക? AP-യുടെ ഫസ്റ്റ് ടേം, GP-യുടെ ഫസ്റ്റ് ടേം, അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് AGP-യുടെ ഫസ്റ്റ് ടേം ആയിട്ട് വരും. രണ്ടാമത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുക, അത് രണ്ടാമത്തെ ടേം ആയിട്ട് വരും. ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എ സീരീസ് each term of which is formed by multiplying the corresponding term of an AP and GP is called arithmetico geometric series. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ടേം ആണെങ്കിൽ GP-യിലെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ AP-യിലെയും ഫസ്റ്റ് ടൈമിനോട് എന്ത് ചെയ്യുക? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും? AGP-യിലെ ഫസ്റ്റ് ടേം ഫോം ആവും. ആ രീതിയിൽ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഒരു AGP എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു AGP-ക്ക് എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? 1 + 3x + 5x² + 7x³ പ്ലസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അവിടെ എടുത്തിട്ടുള്ള AP എന്ന് പറയുന്നത് ഏതാ? 1 3 5 എന്നുള്ള രൂപത്തിലാണ്. 1 3 5 7 9 എന്നുള്ള രൂപത്തിലാണ് അവിടുത്തെ AP ഉള്ളത്. അവിടുത്തെ GP ആണെങ്കിൽ 1x x² x³ എന്നുള്ള രൂപത്തിലാണ് അവിടുത്തെ GP വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് 1 × 1 1 വന്നു, നെക്സ്റ്റ് 3 × x 3x, നെക്സ്റ്റ് 5 × x² 5x² ആണ്, പ്ലസ് നെക്സ്റ്റ് 7 × x³ ആണ്, 7x³ വരും. ആ രീതിയിൽ എന്ത് ചെയ്യും? ആ ഒരു സീരീസ് അങ്ങനെ മുന്നോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ AGP എന്താണെന്നുള്ളൊരു കാര്യം ക്ലിയർ ആയല്ലോ, ആ ഒരു ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ട് വരുന്നത് സം ഓഫ് n ടേംസ് ഓഫ് ആൻ AGP അല്ലാന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക്കോ ജോമെട്രിക് സീരീസ് ആണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് SN = a + d × r + a + 2d × r² എന്നുള്ള രൂപത്തിൽ ലാസ്റ്റ് ടേം ആയിട്ട് വരുന്നത് a + n - 1 × d. അതെന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം ആണ്, ഇൻറ്റു r⁻n - 1 എന്നുള്ള രൂപത്തിലാണ്. സോ അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ടേമിലും നിങ്ങൾക്ക് അവിടെ AP-യുടെ ഒരു പോർഷനും കാണാൻ പറ്റും, അതുപോലെ തന്നെ GP-യുടെ ഒരു പോർഷനും കാണാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സമ്മിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില കേസസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. പക്ഷേ ഇതാണ് സ്റ്റാൻഡേർഡ് കേസ്. അപ്പോൾ അതിൻ്റെ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഭയങ്കര വലിയ ഇക്വേഷൻ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. Sn is equal to a divided by 1 minus r plus dr into 1 minus r raised to n minus 1 divided by 1 minus r whole square minus a plus n minus 1 into d r raised to n divided by 1 minus r. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആക്ച്വലി ഡിറൈവ് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. ഓക്കെ, ഭയങ്കര റിസ്ക് ഉള്ള ഡെറിവേഷൻ ഒന്നുമല്ല. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ അങ്ങനെ കോൺക്രീറ്റ് ആയിട്ട് അങ്ങനെ പഠിക്കണം നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് നോർമലി കണ്ടെത്താൻ വേണ്ടി കഴിയും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് അവിടെ എന്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, Sn ഈസ് ഈക്വൽ ടു a plus d into r plus a plus 2d into r square plus അങ്ങനെ പോയി ലാസ്റ്റ് ടേം ആയിട്ട് നമുക്ക് വരുന്നത് a plus n minus 1 into d r raised to n minus 1 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് കോമൺ റേഷ്യോ ആയിട്ടുള്ള r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ r Sn is equal to ar plus a plus d r square plus a plus 2d r cube. അങ്ങനെ പോയി സെക്കൻഡ് ലാസ്റ്റ് ടേം എന്താ വരിക, സെക്കൻഡ് ലാസ്റ്റ് ടേം a plus n minus 1 ആണോ, അല്ല, n minus 1 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം ആണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേം n minus 2 ആണ്. n minus 2 d into r raised to n minus 1 ആയിരിക്കും വരിക. ഓക്കെ, പ്ലസ് ലാസ്റ്റ് ടേം എന്തായിരിക്കും, a plus n minus 1 into d into r raised to n. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് ടേം എന്തായിരുന്നു, ഇവിടെ ലാസ്റ്റ് ടേം r raised to n minus 1 ആണ്. അതിലേക്ക് വീണ്ടും ഒരു r നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സോ എന്തായും r raised to n minus 1ൽ നിന്ന് അത് r raised to n ആയിട്ട് മാറും. അങ്ങനെയാണ് ഇവിടെ ലാസ്റ്റ് ടേമിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, r raised to n ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. സോ നമുക്ക് എന്താ ആൻസർ കിട്ടും നോക്കുക, Sn മൈനസ് ആർ Sn. അപ്പോൾ Sn കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ Sn ഇൻറ്റു 1 മൈനസ് ആർ ഈക്വൽ ടു എൻ്റെ എന്തില്ല, കോമൺ ടേം വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, n അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് r കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമൺ ടേം വരുന്നുണ്ട്. മുകളിൽ a പ്ലസ് ഡി ഇൻറ്റു ആർ ആണ്, താഴെ എ ആർ ആണ്. സോ a പ്ലസ് ഡി മൈനസ് എ ആണ് വരിക. അപ്പോൾ എയും ക്യാൻസൽ ആവും, ബാക്കി ഡി ആർ ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് അടുത്ത ടേം ഡി ആർ സ്ക്വയർ വരും, അടുത്തത് ഡി ആർ ക്യൂബ് വരും. അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് ടേം ആയിട്ട് ആരുണ്ടാവും, ഓക്കെ, മൈനസ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആർ റേസ് ടു n ഉണ്ടാവും. അതായത് നമ്മുടെ ഈ ഒരു ടേം ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് വന്നത്, നമ്മൾ ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യാണ്. സോ ആ ഒരു മൈനസ് സിമ്പിൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് ചെയ്യാം. സോ Sn ഇൻറ്റു 1 മൈനസ് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ്, ഇവിടെ നോക്കടാ, ഡി ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ക്യൂബ്. അവിടെ എന്താ ആക്ച്വലി ഫോം ചെയ്യുന്നത്, അവിടെ ഒരു ജി പി ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജി പിയുടെ സമ്മ് കാണുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് ടേം എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ മൈനസ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആർ റേസ് ടു n. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു 1 മൈനസ് ആർ ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്യാം, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. സോ എങ്ങനെയാവും, Sn ഈസ് ഈക്വൽ ടു എ ബൈ 1 മൈനസ് ആർ പ്ലസ് ഡി ആർ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ, ഓൾറെഡി അവിടെ ഒരു 1 മൈനസ് ആർ ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1 മൈനസ് ആർ കൂടി വരുന്ന സമയത്ത് 1 മൈനസ് ആർ സ്ക്വയർ ആവും, 1 മൈനസ് ആർ ഹോൾ സ്ക്വയർ മൈനസ്
എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഓക്കെ, ഇതായിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുക, ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. സോ നമ്മുടെ നേരത്തെ കൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഇക്വേഷൻ തന്നെയാണോ എന്നുള്ളത് നോക്കുക. എ ബൈ 1 മൈനസ് ആർ, അതുപോലെ തന്നെ രണ്ടാമത്തതിൻ്റെ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ വരുന്നുണ്ട്, ലാസ്റ്റത്തതിൻ്റെത് 1 മൈനസ് ആർ ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ ആ രീതിയിലാണ് നമുക്ക് അതിനെ ഡിറൈവ് ചെയ്താൽ നമുക്ക് കിട്ടുക. ഇനി അവിടെ സം അപ് ടു ഇൻഫിനിറ്റി കൊടുത്താണ്. അപ്പോൾ അവിടെ കൃത്യമായി പറയുന്നുണ്ട് ആറിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ആറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്നതിൽ അല്ലാന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കണം. സോ അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇൻഫിനൈറ്റ് വരെയുള്ള വാല്യൂ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 0ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെയും ഇടയിലാവുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷണൽ വാല്യൂ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് 0.5 സ്ക്വയർ ആണോ 0.5 ക്യൂബ് ആണോ ബിഗർ വാല്യൂ ആയിട്ട് വരിക? ഓക്കെ, ഒബ്വിയസ്ലി 0.5 സ്ക്വയർ ആണ് അവിടെ ബിഗർ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. സോ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, എന്നിനെ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, അവിടെ പവർ n വരുന്ന സമയത്ത് നമുക്ക് എന്താവും, കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യും, അത് ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ 0യിലോട്ട് ടെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ലിമിറ്റ് പറയുന്നത് അത് തന്നെയാണ്. ലിമിറ്റ് n റേസ് ടു ഇൻഫിനിറ്റി, n എന്ത് ചെയ്യാണ് ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഫ്രാക്ഷണൽ വാല്യൂ ആയതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി സംഭവിക്കുന്നത്. അതായത് 0.5ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴും 0.5ൻ്റെ ക്യൂബ് എടുക്കുമ്പോഴും 0.5ൻ്റെ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് ബിഗർ ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഹയർ പവറിലോട്ട് പോകുന്ന സമയത്ത് ആ ഒരു വാല്യൂ കുറഞ്ഞു വരിക ചെയ്യുക. അപ്പോൾ ഇൻഫിനൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്താവും, അത് ക്ലോസസ്റ്റ് ടു ദി 0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ മാറും. അപ്പോൾ നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഇക്വേഷനിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ആർ റേസ് ടു n മൈനസ് 1 എന്താവും, വാല്യൂ 0 ആയിട്ട് മാറും. സോ 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്, 1 ഇൻറ്റു ഡി ആർ തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ മാറ്റമുള്ളത് ഈ ലാസ്റ്റ് ടേം ഇല്ല എന്നുള്ളതാണല്ലോ. ഈ ലാസ്റ്റ് ടേം എന്ത് ചെയ്തില്ല, ഇൻഫിനൈറ്റ് വരെയുള്ള സമ്മ് കാണുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാനില്ല. കാരണം ഇവിടെ ഒരു ആർ റേസ് ടു n വരുന്നുണ്ട്. ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ടെൻസ് ടു എന്താവും, ഇൻഫിനിറ്റിയിലോട്ട് ആവുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റിയിലോട്ട് ആവുന്ന സമയത്ത് ആർ റേസ് ടു എന്നിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. സോ അവിടെ 0 ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടേമിനെ വോൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും, ആ ഒരു വോൾ ടേം 0 ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻഫിനൈറ്റ് വരെയുള്ള സം എടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാത്തത്, ആ ഒരു ലാസ്റ്റ് ടേം നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ അവിടെ ഇക്വേഷൻ എന്താ വരുന്നത്, സം അപ് ടു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ പ്ലസ് ഡി ആർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് അവിടെ AGPയുടെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of 3 numbers are in HP is 37. അപ്പോൾ 3 നമ്പേഴ്സ് HP-ലാണ്, ഹാർമോണിക് പ്രോഗ്രഷനിലാണ്. അവരുടെ സം എന്ന് പറയുന്നത് 37 ആണ്. ആൻഡ് ദ സം ഓഫ് ദെയർ റെസിപ്രോക്കൽ ഈസ് 1/4. ഫൈൻഡ് ദ നമ്പേഴ്സ്. അവരുടെ റെസിപ്രോക്കലിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ ഒരു AP-യുടെ സമ്മാണ് ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത്. 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ഒരു ഇക്വേഷൻ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. സോ 1/a മൈനസ് ഡി പ്ലസ് 1/a പ്ലസ് 1/a പ്ലസ് ഡി സം എന്ന് പറയുന്നത് 37 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ സമ്മ് a മൈനസ് ഡി പ്ലസ് a പ്ലസ് a പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 1/4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആയിട്ട് പോകും. a പ്ലസ് a പ്ലസ് a 3a ആണ്. 3a ഇസ് ഈക്വൽ ടു 1/4. a ഇസ് ഈക്വൽ ടു 1/12 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം, ആ 1/12ൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ 1 ഡിവൈഡഡ് ബൈ 1/12 മൈനസ് ഡി പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/12 പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 37. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ മുകളിലും താഴെ ഞാൻ 12 കൊണ്ട് എന്ത് ചെയ്യാണ്, ജസ്റ്റ് മൾട്ടിപ്ലൈ ആണ്. സോ 1 മൈനസ് 12d ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ടോട്ടൽ ആ ഒരു ടേമിന് എന്തായിട്ട് മാറും, 12 ആയിട്ട് മാറും. അതായത് 1 ഡിവൈഡഡ് ബൈ 1/12 എന്ന് പറയുന്നത് നമുക്ക് എന്താവും, 12 മുകളിലോട്ട് വരും, ന്യൂമറേറ്ററിലോട്ട് വരും.
12 ന്യൂമറേറ്ററിലോട്ട് വരും. സോ അവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായി 12 ആയി. നെക്സ്റ്റ് ഇവിടെ എന്താവും 1 പ്ലസ് 12d ഡിവൈഡ് ബൈ 12. ഇവിടെ ആക്ച്വലി ഒരു 1 ബൈ ഉണ്ട് കേട്ടോ, അത് മറക്കരുത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, നേരെ നമുക്ക് 12 ന്യൂമറേറ്ററിലോട്ട് വരും. സോ 12 ഡിവൈഡഡ് ബൈ 1 മൈനസ് 12d പ്ലസ് 12, ലാസ്റ്റ് ടേം പ്ലസ് 12 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 12d ഇസ് ഈക്വൽ ടു 37. സോ പ്ലസ് 12 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 12 ആവും. സോ 12 ഡിവൈഡഡ് ബൈ 1 മൈനസ് 12d പ്ലസ് 12 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 12d ഇസ് ഈക്വൽ ടു 25 വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 12നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 12 ഇൻറ്റു 1 ബൈ 1 മൈനസ് 12d പ്ലസ് 1 ബൈ 1 പ്ലസ് 12d ഇസ് ഈക്വൽ ടു 25. ഓക്കെ, സോ 12 എന്ത് ചെയ്യും, റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വരും. സോ ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 12 ആവും. ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. 1 പ്ലസ് 12d പ്ലസ് 1 മൈനസ് 12d ഡിവൈഡഡ് ബൈ 1 മൈനസ് 12d ഇൻറ്റു 1 പ്ലസ് 12d, അതായത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലായി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. സോ 1 മൈനസ് 144d സ്ക്വയർ വന്നു. ഓക്കെ, സോ ഇവിടെ 12dയും മൈനസ് 12dയും എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി അവിടെ എന്താ ഉള്ളത്, ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കാം. 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 144d സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, 12 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഒരു വോൾ ടേം എന്ത് ചെയ്യും, മുകളിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യും. സോ 12 ഇൻറ്റു 2 എത്രയാണ്, 24 ആണ്. ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 1 മൈനസ് 144d സ്ക്വയർ ആണ്, ആണല്ലോ. നെക്സ്റ്റ് 25 ഇൻറ്റു 1 25 ആണ്. മൈനസ് 144 ഇൻറ്റു 25d സ്ക്വയർ. 25 എന്ത് ചെയ്യുക, ജസ്റ്റ് ലെഫ്റ്റിലോട്ട് വരിക. സോ 24 മൈനസ് 25 മൈനസ് 1 ആണ്. മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 144 ഇൻറ്റു 25d സ്ക്വയർ. മൈനസും മൈനസും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ d സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 25 എന്ന് കിട്ടും. d ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 25, അതായത് d ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 5, അതായത് പ്ലസ് ഓർ മൈനസ് 1/60 എന്ന് കിട്ടും. ഓക്കെ, സോ എ എന്താണെന്ന് നമുക്ക് കിട്ടി, അതുപോലെ തന്നെ ഡി എന്താണെന്നും നമുക്ക് അവിടെ കിട്ടി. സോ എ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, 1/12 ആയിരുന്നു. ഡി എന്ന് പറയുന്നത് 1/60 ആണ്. ഇനി നമുക്ക് ഓരോ ടേംസ് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് എ മൈനസ് ഡി ആണ്. ദാറ്റ് മീൻസ് 1/12 മൈനസ് 1/60 ആണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാൻ, ലൈക്ക് ഫ്രാക്ഷൻ ആക്കാണ്. ഇവിടെ 12 ആണ്, അതിന് 60ലോട്ട് ആക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മുകളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് ഇതിനെ ഞാൻ 5/60 ആക്കി. ഓക്കെ, സോ എ എന്ന് പറയുന്നത് 5/60, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് 1/60. സോ എ മൈനസ് ഡി ഈക്വൽ ടു 4/60 ആണ്, അതായത് 1/15 ആണ്. ഇനി എ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1/12 ആണ്. ഇനി എ പ്ലസ് ഡി എന്ന് പറയുന്നത് എത്രയാ, 5/60 പ്ലസ് 1/60, ദാറ്റ് മീൻസ് 6/60 അല്ലെങ്കിൽ 1/10 ആണ്. സോ എ മൈനസ് ഡിയും എയും എ പ്ലസ് ഡിയും നമുക്ക് കിട്ടി. പക്ഷേ ഈ ഒരു കേസിൽ എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തത്, നമ്മൾ ഡീൻ്റെ വാല്യൂ പോസിറ്റീവ് 1/60 ആണ് എടുത്തത്. സോ ഡിയുടെ വാല്യൂ ഇനി നെഗറ്റീവ് 1/60 എടുക്കുന്ന സമയത്ത് നമുക്ക് എ മൈനസ് ഡിൻ്റെ വാല്യൂ എത്ര കിട്ടും, 1/10 കിട്ടും. എ അതുപോലെ തന്നെ യാതൊരു മാറ്റവും വരില്ല. എ പ്ലസ് ഡിൻ്റെ വാല്യൂ 1/15 കിട്ടും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ ഏതൊക്കെ നമുക്ക് നമ്പേഴ്സ്, നമുക്കവിടെ എ മൈനസ് ഡിയും എയും എ പ്ലസ് ഡിയും ആണ് കിട്ടിയത്. പക്ഷെ നമുക്ക് അവിടെ ഹാർമോണിക് പ്രോഗ്രഷൻ ആണ്. ദാറ്റ് മീൻസ് 1/, ചെയ്യണം. സോ 1/1/15 എന്ന് പറഞ്ഞാൽ 1/1/15 15 ആണ്. ഓക്കെ, 1/1/12 12 ആണ്. 1/1/10 10 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 10ഉം 12ഉം 15ഉം. അങ്ങനെ രണ്ട് കേസ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും വരുന്ന, അതായത് ഡിക്ക് പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് വാല്യൂസും ഉണ്ട്. അപ്പോൾ രണ്ട് കേസസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ രണ്ട് ഓർഡേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പറയാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഡിഫറൻസും അവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ആ നമ്പേഴ്സ് മൂന്നും എന്താണ്, ആക്ച്വലി സെയിം ആണ്. ഓർഡർ വിഷയമല്ല എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് എന്താണ്, യൂണീക്ക് ആണ്. അതായത് 15, 12,
10 രണ്ട് കേസിലും ആ ഒരു നമ്പേഴ്സ് എന്താണ് ആക്ച്വലി സെയിം ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് നമ്മൾ കിടക്കാണ്. ഫൈൻഡ് ദ സം ഓഫ് സീരീസ് അപ് ടു n ടേംസ്. താഴെ തന്നിരിക്കുന്ന സീരീസിന്റെ n ടേംസ് വരെയുള്ള സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ 2n + 1 ഡിവൈഡ് ബൈ 2n - 1 പ്ലസ് 3 ഇൻറ്റു 2n + 1 ഡിവൈഡ് ബൈ 2n - 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 2n + 1 ഡിവൈഡഡ് ബൈ 2n - 1 ഹോൾ ക്യൂബ് അപ് ടു n ടേംസ് വരെയുള്ള സമ്മാണ് നമുക്ക് അവിടെ കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളത്. സോ ജസ്റ്റ് ഞാനിവിടെ 2n + 1 ഡിവൈഡഡ് ബൈ 2n - 1 അതിന് ഞാൻ k എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഏത് രീതിയിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും? k + 3k². അപ്പം നമുക്ക് സമ്മാണല്ലോ കാണാനുള്ളത്, Sn ആണ് കാണുന്നത്. Sn = k + 3k² പ്ലസ് 5k³ പ്ലസ് 2n - 1 ഇൻറ്റു k⁻n എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, nth ടേം വരെ ആ ഒരു ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആക്കിയിട്ട് വിളിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ AGP ആണ്. ഓക്കെ, അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണല്ലേ, 1 3 5 7 എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് ഏതാണ്, 2n + 1 ഡിവൈഡ് ബൈ 2n - 1 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പേരിട്ട് വിളിച്ചിട്ടുള്ള ആ ഒരു k ആണ് അവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും കോമൺ റേഷ്യോ ആയിട്ടുള്ള kനെ മൾട്ടിപ്ലൈ ആണ്. സോ KSn = k ഇൻറ്റു k² ആണ് പ്ലസ് 3k³ പ്ലസ് 5k⁻4 പ്ലസ് അങ്ങനെ പോയി 2n - 3 സെക്കൻഡ് ലാസ്റ്റ് ടേം ആണ് ഇൻറ്റു k⁻n പ്ലസ് 2n - 1 k⁻n + 1. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കിയിട്ട് ഇതിനെ വിളിക്കുന്നു. ഇനി ഞാൻ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2നെ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാണ്. സോ Sn നമുക്ക് അവിടെ കോമൺ ആണ്. Sn × 1 - k = kനെ സബ്ട്രാക്ട് ചെയ്യാൻ അതേ ഒരു ടേം അവിടെ ഇല്ല. സോ k അങ്ങനെ തന്നെ എഴുതാം. നെക്സ്റ്റ് 3k² k² ഉണ്ട്. അപ്പോൾ 3k² k² മൈനസ് ചെയ്യുന്ന സമയത്ത് 2k² ആണ് ബാക്കി ഉണ്ടാവുക പ്ലസ് 5k³ 3k³ എന്ത് ചെയ്യാണ്, ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാണ്. സോ 2k³ ബാക്കി ഉണ്ടാവും. നെക്സ്റ്റ് 2k⁻4 വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് 2k⁻n എന്ന് പറയുന്ന ടേം എത്തും. അതിൻ്റെ അപ്പുറത്ത് അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം ആയിട്ട് ഏതുണ്ടാവും, ഈ ഒരു ടേം ഉണ്ടാവും അല്ലേ. കാരണം അവിടെ എന്താണ്, അതിനെ സബ്ട്രാക്ട് ചെയ്ത് പോകാൻ അതിന് കോയിഫിഷ്യൻ്റ് സെയിം ആയിട്ടുള്ള വേറൊരു ടേം അവിടെ വരുന്നില്ല. സോ ഞാനിവിടെ താഴെ എഴുതുന്നുണ്ട്, മൈനസ് ആണ് വരിക 2n - 1 ഇൻറ്റു k⁻n + 1. അപ്പോൾ എന്തുകൊണ്ട് അവിടെ മൈനസ് വന്നു കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു ടേമിൽ നിന്ന് ഈ ഒരു ടേമിനാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് സെയിം ആയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ടേമിൽ നിന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മൈനസ് ഇടണം. ഓക്കെ, അപ്പോൾ ഇവിടെ kൻ്റെയും കോയിഫിഷ്യൻ്റ് ഉള്ള വേറെ ടേം രണ്ടാമത്തെ ടേമിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യില്ല, ഇവിടെ ഈ ഒരു കേക്ക് ആ ഒരു മൈനസ് തീർച്ചയായിട്ടും ബാധകമാവില്ല. ഓക്കെ, രണ്ടാമത്തെ ആ ഒരു ഇക്വേഷനിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സെക്കൻഡത്തെ എന്ത് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ ഒരു മൈനസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു GP ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n വരെയുള്ള ടേംസിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Sn × 1 - k = k + 2k² ഇൻറ്റു k⁻n - 1 -1 ഡിവൈഡഡ് ബൈ k-1. ബാക്കി അവിടെ ആരും കൂടി ഉണ്ട്, -2n - 1 k⁻n + 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു k-1 ഡിനോമിനേറ്ററിലുണ്ട്, അതിനെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ Sn 1 - k = k × k² ആണ്, k × -1 - k ആണ്, പ്ലസ് 2k² ഇൻറ്റു k⁻n - 1 -1 ഡിവൈഡഡ് ബൈ k-1 മൈനസ് 2n - 1 k⁻n + 1. ഇനി എന്ത് ചെയ്യാം, നമുക്ക് k-1നെ
ഈ ഒരു ടേമിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ദാറ്റ് മീൻസ് നമ്മളോട് ആക്ച്വലി ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഈക്വൽ ആക്കുകയാണ്. സോ എസ് എൻ ഇൻറ്റു 1 മൈനസ് കെ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ മൈനസ് കെ പ്ലസ് 2k സ്ക്വയർ ഇൻറ്റു കെ റേസ് ടു n മൈനസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ കെ മൈനസ് 1. സോ നമുക്ക് എന്ത് ചെയ്യാം, കെ മൈനസ് 1 എല്ലായിടത്തേക്കും വരും. കാരണം എന്താ, നമ്മൾ എന്തെങ്കിലും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിവൈഡ് ബൈ 1 ആണ് ആക്ച്വലി വരുന്നത്. സോ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കെ മൈനസ് 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും കെ മൈനസ് 1 തന്നെയാണ്. നോക്കുക, കെ ഇൻറ്റു മൈനസ് 2n മൈനസ് 1 ഇൻറ്റു കെ എൻ പ്ലസ് 1. അപ്പം ആക്ച്വലി ഇവിടെ ഉള്ള ഈ ഒരു കെ എൻ പ്ലസ് കെ റേസ് ടു എൻ പ്ലസ് 1 മാത്രം എന്ത് ചെയ്താൽ മതി, അതിനെ ഇക്വേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് അവിടെ എന്ത് കിട്ടും, മൈനസ് 2n മൈനസ് 1 കെ റേസ് ടു n പ്ലസ് 2 വരും. അതായത് കെ എൻ പ്ലസ് 1 വീണ്ടും ഒരു കെ കൂടി മൾട്ടിപ്ലൈ ആണ്. സോ അത് n പ്ലസ് 2 ആയിട്ട് മാറും. ബാക്കി ടേം അവിടെ എന്താ വരുന്നത്, ബാക്കി മൈനസ് 1 ഇൻറ്റു ആ ഒരു ടേം ആണ്. അപ്പോൾ മൈനസ് 1 ഇൻറ്റു ആ ഒരു ടേം ചെയ്യുന്ന സമയത്ത് മൈനസ് ഓഫ് മൈനസ് എന്താവും, പ്ലസ് ആയിട്ട് മാറും. പ്ലസ് 2n മൈനസ് 1 കെ റേസ് ടു n പ്ലസ് 1 എന്നുള്ള രൂപത്തിലാണ് ബാക്കി അവിടെ വരുന്നുണ്ടാവുക. ഇനി ജസ്റ്റ് ഈ ഒരു 2k സ്ക്വയറിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എസ് എൻ ഇൻറ്റു 1 മൈനസ് കെ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ മൈനസ് കെ പ്ലസ് 2k സ്ക്വയർ ഇൻറ്റു കെ റേസ് ടു n പ്ലസ് 1. ഓക്കെ, ജസ്റ്റ് നോക്കുക, 2k സ്ക്വയർ ഇൻറ്റു കെ റേസ് ടു n മൈനസ് 1. സോ ആക്ച്വലി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, കെൻ്റെ പവറിൽ എന്തൊക്കെയാണ് വരുന്നത്, 2ഉം അതുപോലെ തന്നെ n മൈനസ് 1 ആണ്. അപ്പോൾ 2 പ്ലസ് n മൈനസ് 1 എന്നാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുക, അവിടെ കെൻ്റെ പവറിൽ അൾട്ടിമേറ്റ്ലി വരിക. 2 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി n പ്ലസ് 1, അല്ലാന്നുണ്ടെങ്കിൽ 1 പ്ലസ് n. n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി സെയിം ആണ്. സോ n പ്ലസ് 1 എന്നുള്ള രൂപത്തിലാണ് അവിടെ വരിക. 2k റേസ് ടു n പ്ലസ് 1 മൈനസ് 2k സ്ക്വയർ മൈനസ് 2n മൈനസ് 1 ഹോൾ റേസ് ടു k n പ്ലസ് 2 പ്ലസ് 2n മൈനസ് 1 k റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ k മൈനസ് 1. സോ ഈ ഒരു കെ സ്ക്വയറിനെയും ഈ ഒരു കെ സ്ക്വയറിനെയും നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യാം. കെ സ്ക്വയർ മൈനസ് 2k സ്ക്വയർ എത്ര വരിക, മൈനസ് കെ സ്ക്വയർ ആണ് വരിക. സോ എസ് എൻ ഇൻറ്റു 1 മൈനസ് കെ ഇസ് ഈക്വൽ ടു കെ സ്ക്വയറും മൈനസ് 2k സ്ക്വയറും നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ചെയ്തു. അപ്പോൾ മൈനസ് കെ സ്ക്വയർ. ഇനി ഒരു മൈനസ് കെയും കൂടി അവിടെ വരുന്നുണ്ട്, മൈനസ് കെ. ഇനി ഈ രണ്ട് ടേംസ് നോക്കുക, 2k റേസ് ടു n പ്ലസ് 1, ഇവിടെയും k റേസ് ടു n പ്ലസ് 1 ഉണ്ട്. സോ ആ രണ്ട് ടേംസിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക, പ്ലസ് k റേസ് ടു n പ്ലസ് 1, ഇവിടെ 2 ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അവിടെയാണെങ്കിലോ 2n മൈനസ് 1 ആണ്, പ്ലസ് 2n മൈനസ് 1 ആണ്. ഓക്കെ, ബാക്കി ടേംസിന് എന്ത് ചെയ്യുക, അതേ രൂപത്തിൽ തന്നെ എഴുതാം. ഇനി ബാക്കിയുള്ളൊരു ടേം, ആകെയുള്ള ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം ആണ്. സോ മൈനസ് 2n മൈനസ് 1 k റേസ് ടു n പ്ലസ് 2 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ബാക്കി വരുന്നത്, ഹോൾ ഡിവൈഡഡ് ബൈ k മൈനസ് 1, ഹോൾ ഡിവൈഡ് ബൈ k മൈനസ് 1. സോ ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. എസ് എൻ of 1 minus k is equal to minus k square minus k plus k raised to n plus 1 into 2 minus 1 എത്രയാണ്, 1 ആണ്. സോ 2n plus 1 minus 2n minus 1 k raised to n plus 2 divided by k minus 1. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ കെ എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്നു. എന്താണ്, 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 2n മൈനസ് 1. എന്താണ്, കെ ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n മൈനസ് 1. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 2n മൈനസ് 1 എന്താണെന്നുള്ളത് കാണാം. ഇവിടുന്ന് 2n മൈനസ് 1, 2n മൈനസ് 1 എന്തായിരിക്കും, ഈ 2n മൈനസ് 1 ലെഫ്റ്റിലോട്ട് പോകും, കെ എന്ത് ചെയ്യും, ജസ്റ്റ് ഡിനോമിനേറ്ററിലോട്ട് വരും. ദാറ്റ് മീൻസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ ആണ്. സോ ഈ ഒരു 2n മൈനസ് 1ൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, ഈ 2n മൈനസ് 1ൻ്റെ വാല്യൂ ജസ്റ്റ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇക്വേഷനിൽ ഏത് രീതിയിലുള്ള ചേഞ്ച് ഉണ്ടാവുക,
നോക്കുക എസ് എൻ ഇൻറ്റു 1 മൈനസ് കെ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ മൈനസ് കെ പ്ലസ് കെ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2n മൈനസ് 1ൻ്റെ പകരം നമ്മൾ ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ റേസ് ടു എൻ പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തും കൂടി ഉണ്ട് കെ മൈനസ് 1 ഉണ്ട്. ഈ ഒരു കെ മൈനസ് 1 നമ്മൾ എന്ത് ചെയ്യരുത് അവിടെ വിട്ടുപോകരുത്. ഓക്കെ, സോ നമ്മൾ നോക്കുക എന്താണ് ഈ കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു കെ ആണ്. അപ്പോൾ അതിന് താഴെ ഡിവൈഡ് ബൈ ഒരു കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാനെയും വെട്ടിക്കൂടെ. അതായത് എക്സാമ്പിൾ ആയിട്ട് നമ്മളോട് പറയാണ് കെ ക്യൂബ് ഡിവൈഡഡ് ബൈ കെ എന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അൾട്ടിമേറ്റ്ലി കെ സ്ക്വയർ ആണെന്നുള്ള രൂപത്തിൽ പറഞ്ഞൂടെ. അതേ രീതിയിൽ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മുകളിൽ കെ റേസ് ടു എൻ പ്ലസ് 2 ഉണ്ട്, താഴെ നമുക്കൊരു ഈ ഒരു കെ ഉണ്ട്. അപ്പോൾ അതിനെ അൾട്ടിമേറ്റ്ലി നമുക്ക് കെ റേസ് ടു എൻ പ്ലസ് 1 ആക്കി കൂടെ. അതായത് എൻ പ്ലസ് 2ൽ നിന്ന് നമ്മൾ ഒരു ക്യാനെ ഒഴിവാക്കി. അതായത് താഴെയുള്ള ഒരു ക്യാൻഡിഡേറ്റ് നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് വെട്ടി. അപ്പോൾ എന്ത് ചെയ്തു നമുക്കവിടെ അൾട്ടിമേറ്റ്ലി എൻ പ്ലസ് 1 ആയിട്ട് മാറി. അതുപോലെ തന്നെ ഈ ഒരു 1 ബൈ ക്യാനെ നമ്മൾ എന്ത് ചെയ്യാണ് ജസ്റ്റ് താഴേക്ക് മൾട്ടിപ്ലൈ ആണ്. സോ അവിടെ നമുക്ക് എങ്ങനെ വരും എസ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ മൈനസ് കെ പ്ലസ് കെ റേസ് ടു എൻ പ്ലസ് 1 2n പ്ലസ് 1 മൈനസ് 2n പ്ലസ് 1 കെ റേസ് ടു എൻ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ ഇൻറ്റു കെ മൈനസ് 1. ഈ 1 മൈനസ് കെ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള 1 മൈനസ് കെ എന്ത് ചെയ്യാണ് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണ്. അങ്ങനെയാണ് അവിടെ ഒരു 1 മൈനസ് കെ വന്നിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു രണ്ട് ടേംസ് നോക്കുക, ഈ ഒരു ടേമും അതുപോലെ തന്നെ ഈ ഒരു ടേമും രണ്ടും ആക്ച്വലി എന്താണ് കട്ടായിട്ട് പോകില്ലേ. കാരണം അവിടെ ഈ രണ്ട് ടേമും സെയിം ആണ്. അപ്പോൾ അവിടെ സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. 0 മൈനസ് 0 അല്ലാതെ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 ആണ്, അല്ലെങ്കിൽ 5 മൈനസ് 5 എന്ന് പറയുമ്പോൾ 0 ആണ്. സോ അതേപോലെ തന്നെ രണ്ട് ടേമും ആക്ച്വലി എന്താണ് സെയിം ആണ്. സോ ഇത് രണ്ടും എന്ത് ചെയ്യും ജസ്റ്റ് കട്ടായിട്ട് പോകും. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് അവിടെ എന്താ ആൻസർ കിട്ടും എസ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ മൈനസ് കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ ഇൻറ്റു കെ മൈനസ് 1. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ് അവിടുന്ന് മൈനസ് കെനെ പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി എന്താ ഉണ്ടാവുക കെ പ്ലസ് 1 ആണ് ഉണ്ടാവുക ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ ഇൻറ്റു കെ മൈനസ് 1 ആണ്. സോ ഞാനിവിടെ മുകളിലും താഴെയും ജസ്റ്റ് ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ എസ് എൻ ഈസ് ഈക്വൽ ടു ഇവിടെ മുകളിൽ മൈനസ് കെനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് കെ ആവും ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ. ഓക്കെ, ജസ്റ്റ് നോക്കുക 1 മൈനസ് കെ, അതിന് ഞാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 ഇൻറ്റു 1 എത്രയാവും -1 ആവും. -1 ഇൻറ്റു നെഗറ്റീവ് കെ ദാറ്റ് മീൻസ് പോസിറ്റീവ് കെ ആവും. അതായത് അൾട്ടിമേറ്റ്ലി എനിക്കതിനെ കെ മൈനസ് 1 എന്ന് പറഞ്ഞൂടെ. സോ അവിടെ കെ മൈനസ് 1 ആയിട്ട് മാറും. ഓൾറെഡി ഒരു കെ മൈനസ് 1 അവിടെ ഉണ്ട്. സോ നമുക്കതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റും എസ് എൻ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ നമുക്കതിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ അതിൻ്റെ ഫൈനൽ പാർട്ടിലോട്ട് എത്തി. സോ എസ് എൻ ഈസ് ഈക്വൽ ടു എന്താണ് കെ ഇൻറ്റു കെ പ്ലസ് 1 ഡിവൈഡ് ബൈ കെ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. സോ കെൻ്റെ വാല്യൂ എന്ത് ചെയ്യുക ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെൻ്റെ വാല്യൂ എന്തായിരുന്നു നമ്മൾ എടുത്തത് 2n പ്ലസ് 1 ഡിവൈഡ് ബൈ 2n മൈനസ് 1. സോ 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n മൈനസ് 1. സോ കെ ഇൻറ്റു കെ പ്ലസ് 1 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n മൈനസ് 1. ഓക്കെ, പ്ലസ് 1 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ പ്ലസ് 1ൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്യാണ് പ്ലസ് 2n മൈനസ് 1 തന്നെ ചെയ്യാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആയി. അപ്പോൾ 2n മൈനസ് 1 ഡിവൈഡ് ബൈ 2n മൈനസ് 1 എന്താണ് 1 ആണ്. സോ നമ്മളത് ഡയറക്റ്റ്ലി ഒറ്റ സ്റ്റെപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്തു അതിനെ എഴുതി. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു 2n മൈനസ് 1 ഉണ്ടായിരിക്കും ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരുന്നത് കെ മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n മൈനസ് 1 ആണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക മൈനസ് 2n മൈനസ് 1 ചെയ്യാം. ഓക്കെ, സോ ഒരു ഹോൾ സ്ക്വയറും കൂടി ഉണ്ട്, അതെന്ത് ചെയ്യരുത് ജസ്റ്റ് മറക്കരുത്. ഓക്കെ, സോ എസ് എൻ ഈസ് ഈക്വൽ ടു
2n പ്ലസ് 1 ഇൻറ്റു ഇവിടെ ഈ പ്ലസ് 1ഉം -1 എന്ത് ചെയ്യും ജസ്റ്റ് ക്യാൻസൽ ആയിട്ട് പോകും. 2n പ്ലസ് 2n 4n ആണ് ഉണ്ടാവുക ഡിവൈഡഡ് ബൈ 2n minus 1 into 2n minus 1. That means 2n minus 1 whole square ആണ് ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ 2n plus 1 ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് മൈനസ് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്താവും -2n plus 1 എന്നാവും -2n plus 1 എന്നാവും കാരണം -1 ആണ് ഉണ്ടായിരുന്നത് ബ്രാക്കറ്റിനുള്ളിലേക്ക് -1 ആവും ദാറ്റ് മീൻസ് +1 ആവും ഓക്കെ. സോ ഈ 2n ഉം 2n ഉം ക്യാൻസൽ ആയിട്ട് പോയി 1 plus 1 എന്ന് പറയുന്നത് 2 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 2n minus 1 ഹോൾ സ്ക്വയർ ആണ്. സോ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും Sn is equal to 2n plus 1 into 4n divided by 2n minus 1 whole square divided by 2 square എന്ന് പറയുന്നത് 4 ആണ് 4 divided by 2n minus 1 whole square. So 2n minus 1 whole square 2n minus 1 whole square just കട്ടായി Sn is equal to 2n plus 1 into 4n divided by 4. 4ഉം 4 എന്ത് ചെയ്തു ജസ്റ്റ് ക്യാൻസൽ ആയി. സോ അൾട്ടിമേറ്റ്ലി Sn is equal to n into 2n plus 1 എന്നുള്ളൊരു ആൻസറിലേക്ക് നമ്മളവിടെ എത്തി. സോ ഇതായിരിക്കും നമുക്കവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. സോ കുറച്ചധികം ലെങ്തി സ്റ്റെപ്പാണ് നമ്മൾ വളരെയധികം സിംപ്ലിഫൈ ചെയ്ത് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ലാസ്റ്റിലേക്കാണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്തത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ആൻസറിലേക്ക് എത്തിയത്. സോ അതെന്ത് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് u b w be real numbers is geometric progression such that u is greater than v greater than w. Okay, suppose u raised to 40 is equal to v raised to n is equal to w raised to 60. Find the value of n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് കാണാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ യുവും വിയും ഡബ്ല്യു ഒക്കെ എന്താണ് കൃത്യമായിട്ട് അവിടെ ജോമെട്രിക് പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ് യു ഇൻറ്റു ഡബ്ല്യു ആണ്. അതായത് മിഡിൽ ടേമിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റിന് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് യുവും ഡബ്ല്യു ഒക്കെ എന്തൊക്കെയാണെന്ന് കണ്ടെത്താം. നമുക്കറിയാം യു റേസ് ടു 40 ഈസ് ഈക്വൽ ടു വി റേസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു വി റേസ് ടു എൻ ബൈ 40. ഓക്കെ, അതുപോലെ തന്നെ ഡബ്ല്യു റേസ് ടു 60 ഈസ് ഈക്വൽ ടു വി റേസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി റേസ് ടു എൻ ബൈ 60. യുവിൻ്റെയും അതുപോലെ തന്നെ ഡബ്ല്യുവിൻ്റെയും സ്ഥാനത്ത് എന്ത് ചെയ്യാം ജസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ വി റേസ് ടു എൻ ബൈ 40 ആണ് ഇൻറ്റു ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് വി റേസ് ടു എൻ ബൈ 60 ആണ്. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു അവിടെ നോക്കുക ഇപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ളൊരു ഫോമിലാണ് അല്ലേ. അതായത് ബേസ് രണ്ടും സെയിം ആണ് എ തന്നെയാണ് ഇവിടെ വി ആണ്. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുക എ റേസ് ടു എം പ്ലസ് എൻ ആണ് നമ്മൾ ചെയ്യുക. അതേ രൂപത്തിൽ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക വി റേസ് ടു എൻ ഡിവൈഡ് ബൈ 40 പ്ലസ് എൻ ഡിവൈഡഡ് ബൈ 60. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി റേസ് ടു എൻ ഇൻറ്റു 60 എൻ ആണ് പ്ലസ് 40 ഇൻറ്റു എൻ 40 എൻ ആണ് ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 60 4 ഇൻറ്റു 6 24 ആണ്. ബാക്കി രണ്ട് സീറോസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ രണ്ട് നോക്ക് ബേസ് സെയിം ആയി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പവറും എന്തായിരിക്കും അൾട്ടിമേറ്റ്ലി സെയിം ആയിരിക്കും കാരണം ഇവിടെ ഈക്വൽ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് 2 ഈസ് ഈക്വൽ ടു 60n പ്ലസ് 40n ഡിവൈഡഡ് ബൈ 2400. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം 2400 ആണ് ലെഫ്റ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2400 ഈസ് ഈക്വൽ ടു 60n പ്ലസ് 40n. ഓക്കെ, 2 ഇൻറ്റു 2400 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4800 ആണ്. 4800 ഈസ് ഈക്വൽ ടു 60n പ്ലസ് 40n 100n ആണ്. അങ്ങനെയാണെങ്കിൽ n ഈസ് ഈക്വൽ ടു 4800 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 48 ആണ് എന്ത് ചെയ്യുക
റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ എന്നിൻ്റെ വാല്യൂ തന്നെയാണ് നമ്മളോട് ഓൾറെഡി ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്താ വരുന്നത്? 48 ആണ് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് n ഈസ് ഈക്വൽ ടു 6 പ്ലസ് 66 പ്ലസ് 666 പ്ലസ് അങ്ങനെ എന്ത് ചെയ്യാണ് അപ് ടു 6ന്റെ ടേംസിലോട്ട് തന്നെയാണ് പോകുന്നത്. വേർ ദർ ആർ 100 സിക്സസ് ഇൻ ദ ലാസ്റ്റ് ടേം. അപ്പോൾ ഈ ലാസ്റ്റ് ടേമിൽ എത്ര ചെയ്യുന്നുണ്ട്? 100 സിക്സസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെ എത്ര ടേം ഉണ്ടാവും? 100 ടേം ഉണ്ടാവും. കാരണം അവിടെ ഓരോ ടേമിലും അതിൻ്റെ പൊസിഷൻ വാല്യൂ അനുസരിച്ചാണ് 6 ഉള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ ഒരു 6 ആണ്, സെക്കൻഡ് ടേമിൽ 2 6 ആണ്. അതേ രീതിയിൽ 100th ടേമിൽ 100 ടൈംസ് എന്ത് ചെയ്യും? സിക്സസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? ഹൗ മെനി ടൈംസ് ദ ഡിജിറ്റ് 7 ഒക്യൂർ ഇൻ ദ നമ്പർ n. ഓക്കെ, n എന്ന് പറയുന്ന നമ്പറിൽ എത്ര 7 ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം n എന്ന് പറയുന്ന നമ്പർ എന്താ? ഇതെല്ലതും കൂടി സം ചെയ്യാണ്, എല്ലാതും കൂടി ആഡ് ചെയ്യാണ്. ആ ഒരു നമ്പറിൽ എത്ര 7 ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് നോക്കാം. n ഈസ് ഈക്വൽ ടു 6 പ്ലസ് 66 പ്ലസ് 666 പ്ലസ് അപ് ടു എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ 100 ടൈംസ് ഉണ്ട്. 100 ടൈംസ് നമുക്ക് 6 വരുന്നുണ്ട്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യാം? ജസ്റ്റ് 6നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. n ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1 പ്ലസ് 1 പ്ലസ് 1 ഇങ്ങനെ പോയിട്ട് അവിടെ എന്ത് ചെയ്യും? 100 ടൈംസ് 1 വരും. ഒക്കെ ജസ്റ്റ് 6നെ പുറത്തേക്ക് എടുത്താണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു ടൈമിൽ എനിക്ക് 9 പ്ലസ് 99 പ്ലസ് 999 എന്നുള്ള ഫോമിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ജസ്റ്റ് മുകളിലും താഴെയും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n ഈസ് ഈക്വൽ ടു 6/9. ഡിനോമിനേറ്ററിലുള്ള 9 അവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ള ടേംസിനൊക്കെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിലുള്ളതാണ് 999. അങ്ങനെ പോയി ലാസ്റ്റ് 999 അങ്ങനെ 100 ടൈംസ് എന്തുണ്ടാവും? 9 ഉണ്ടാവും 100 ടൈംസ്. ഓക്കെ, ഇതിന് ഷോർട്ട് ഫോമിലേക്ക് ആക്കുന്ന സമയത്ത് n ഈസ് ഈക്വൽ ടു 2/3. ഈ ഒരു 9ന്റെ ടേം അങ്ങനെ തന്നെ വരും. ആ 9ന്റെ ടേം ഞാൻ വേറൊരു ഫോമിലോട്ട് മാറ്റാണ്. 10 - 1 പ്ലസ് 100 - 1 പ്ലസ് 1000 - 1 എന്നുള്ള രൂപത്തിൽ നമുക്ക് ലാസ്റ്റത്തെ ടേം എന്തായിരിക്കും? 10⁻100 - 1 ആയിരിക്കും. സോ ഇവിടെ നോക്കാം, നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ n ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഫസ്റ്റ് ഒരു 10 വരുന്നുണ്ട്, പിന്നെ 100, പിന്നെ 1000, അങ്ങനെ പോയി 10⁻100 മൈനസ് ഇവിടെ എത്ര ടൈംസ് നമ്മൾ ഈ -1 ചെയ്യുന്നുണ്ട്? എത്ര ടൈംസ് നമ്മൾ ചെയ്യുന്നുണ്ട്? അവിടെ എത്ര ടേം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവിടെ 100 ടേംസ് ഉണ്ട് അല്ലേ? സോ അവിടെ 100 നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ടാവും. അത് ഓരോ തവണയും നമ്മൾ 1 ആണ് മൈനസ് ചെയ്യുന്നത്. അങ്ങനെ 100 ടൈംസ് നമ്മൾ മൈനസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്മൾ 100 ആണ് മൈനസ് ചെയ്യുന്നത്. സോ n ഈസ് ഈക്വൽ ടു 2/3 100 പ്ലസ് 1000 പ്ലസ് അങ്ങനെ പോയി 10⁻100 മൈനസ് 90 വന്നു. എങ്ങനെ -90 വന്നു? 10 - 100 അങ്ങനെയാണ് അവിടെ -90 വന്നത്. ഓക്കെ, ഇനി നോക്കുക, ഇതൊരു GP ആയിട്ട് മാറിയില്ലേ? 100 1000. അതിന് വേണമെങ്കിൽ നമുക്കൊരു പവർ ഫോർമാറ്റിലേക്ക് എഴുതും ചെയ്യാം. 10² പ്ലസ് 10³ പ്ലസ് 10⁻4 അങ്ങനെ പോയി അപ് ടു 10⁻100 മൈനസ് 90. ഓക്കെ, സോ n ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു a ഇൻറ്റു r എന്ന് പറയുന്നത് 10 തന്നെയാണ്. r⁻n-1. സോ 99 - 1 ഡിവൈഡഡ് ബൈ r-1. 10 - 1 മൈനസ് ഇവിടെ ഒരു 90 കൂടി ഉണ്ട്. ആ 90 എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്. ഓക്കെ, സോ നമ്മളൊന്നും കൂടി അതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് n ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 10² 10⁻99 - 1 ഡിവൈഡഡ് ബൈ 10 - 1 എത്രയാ? 9 ആണ്, മൈനസ് 90. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഒരു 2/3 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ ഈ ഒരു 10² എന്ന് പറഞ്ഞാൽ എത്രയാ? 10² 100 ആണ്. സോ n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 100 200 ആണ്. 200 10⁻99 - 1
ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 9 27 ആണ്, മൈനസ് 90 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്യാനുള്ളത്. 3യും അതുപോലെ തന്നെ 9യും കട്ടാവും, 30 ആണ്, 30 ഇൻറ്റു 2 60 ആണ്. സോ n ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 10 റേസ് ടു 99 മൈനസ് 1 മൈനസ് 30 ഇൻറ്റു 2 60 ആണ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, n ഈസ് ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 27 10 റേസ് ടു 99. 10 റേസ് ടു 99 എന്ന് പറഞ്ഞാൽ എന്താ, 1ന് ശേഷം 99 സീറോസ് വരാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 100 ഡിജിറ്റ് ഉണ്ടാവും ടോട്ടൽ അല്ലേ, 100 ഡിജിറ്റ് അവിടെ ടോട്ടൽ ഉണ്ടാവും. 1ന് ശേഷം 99 സീറോസ് എന്ത് ചെയ്യാണ് വരികയാണ്, അതിൽ നിന്ന് 1 കുറയാണ്. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ എന്താ ആൻസർ വരിക, 999 അങ്ങനെ പോയിട്ട് എത്ര 9 ഉണ്ടാവും, 99 ടൈംസ് അവിടെ 9 വരും, മൈനസ് 60 ആണ്. ഓക്കെ, അതിൽ നിന്ന് എന്ത് ചെയ്യാം, എനിക്ക് 9നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 200 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 27, ബാക്കി 1 അങ്ങനെ ഒരു 99 ടൈംസ് എന്ത് ചെയ്യും, അവിടെ 1 ഉണ്ടാവും, മൈനസ് 60. ഓക്കെ, ഇനി 9 ഡിവൈഡഡ് ബൈ 27 എത്രയാണ്, 9ൽ 9 ഒരു വട്ടം, 27ൽ 3 ടൈംസ്. സോ n ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആ 200നെ ആദ്യം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് 1/3 ഇൻറ്റു, ഓക്കെ, എല്ലാത്തിനും ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് ഫുള്ള് 2 വരും. എത്ര ടൈംസ്, 99 ടൈംസ്. അതിനോട് കൂടെ 200ൻ്റെ 2 സീറോ ഉണ്ടല്ലോ, അത് ലാസ്റ്റും വരും. ഓക്കെ, മൈനസ് 60. ഇനി ജസ്റ്റ് നോക്കാം, 222 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 74 ആണ്. ഇനി ജസ്റ്റ് നോക്കാം, 222 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 740 ആണ്. ഇനി അത് വീണ്ടും ഒരു പേരും കൂടി നമ്മൾ ആഡ് ചെയ്യണം, 222 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 740 ആണ്. സോ ഈ ഒരു പാറ്റേൺ തന്നെയല്ല ആക്ച്വലി ഇവിടെയും വരുന്നത്. ഇവിടെ നമുക്കാണെങ്കിൽ ഓൾമോസ്റ്റ് 33 ടൈംസ് ഇങ്ങനത്തെ പെയർ വരുന്നുണ്ട് അല്ലേ, അതായത് 222 എന്നുള്ള രൂപത്തിൽ നമുക്ക് 33 ടൈംസ് വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് അൾട്ടിമേറ്റ്ലി ആൻസർ എന്തായിരിക്കും വരുന്നുണ്ടാവുക, ജസ്റ്റ് നോക്കുക. ഇവിടെ നമുക്ക് ഒരു തവണ വന്നപ്പോൾ ജസ്റ്റ് 74, 222 അതുപോലെ തന്നെ 222 ഡിവൈഡ് ബൈ 3 വന്നപ്പോൾ 740. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ ആൻസർ വരുന്നുണ്ടാവുക, n ഈസ് ഈക്വൽ ടു 740 എന്നുള്ള രൂപത്തിൽ എത്ര ടൈംസാ, 32 ടൈംസ്. അതിൽ ലാസ്റ്റ് വൺ എന്തായിരിക്കും, 74 ആയിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ എൻഡിങ്ങിൽ ഉണ്ടാവുക. ഇനി അങ്ങനെ അത് എൻഡ് ചെയ്യോ, ഒരിക്കലും ഇല്ല. കാരണം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആക്ച്വലി ബാക്കി 2 സീറോസും കൂടി വരുന്നുണ്ട്. ആ 2 സീറോസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എൻഡിങ്ങിൽ എന്ന് പറയുന്നത് 7400 എന്നായിരിക്കും. ബാക്കി ഒരാളും കൂടി ഉണ്ട്, -60. ഓക്കെ, ആ -60 അവിടെ വലിയ പ്രശ്നം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ -60 ചെയ്താലും നമുക്ക് എത്ര ആൻസർ കിട്ടുക, നമുക്ക് അവിടെ ലാസ്റ്റ് 340 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അതിൽ നമുക്ക് 7 ഇല്ല. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ എത്ര 7 ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ സം എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് എത്ര 7 ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അൾട്ടിമേറ്റ്ലി ഇവിടെ 740 എന്നുള്ള രീതിയിൽ അവിടെ 32 ടൈംസ് ഉണ്ടാവും. ലാസ്റ്റ് ഒരു 74 മാത്രം, അതിൽ 1 ടൈം ഉണ്ടാവും. ടോട്ടൽ 33 ടൈംസ് എന്ത് ചെയ്യും, അവിടെ നമുക്ക് 7 വരുന്നുണ്ടാവും. അപ്പോൾ ആക്ച്വലി GPയുടെ ആ ഒരു ഇക്വേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അവിടെ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ ആ ഒരു യൂസ് കേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് GP, HP അതുപോലെ തന്നെ AGP റിലേറ്റ് ചെയ്തിട്ടൊക്കെ പറയാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുകയാണ്. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും